السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ സർവലോക നിയന്താവായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവും ഇതിലുള്ള സർവചരാചരങ്ങളെയും സംരക്ഷിക്കുകയും സംവിധാനിക്കുകയും ചെയ്തിട്ടുള്ള, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, ഒരിക്കലും മരിക്കാത്ത ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവായ അളവറ്റ ദയാപരനെ, പരമകാരുണ്യകനെ സൂക്ഷിച്ചുകൊണ്ടും അറിഞ്ഞുകൊണ്ടും ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നാം എല്ലാവരും അങ്ങേയറ്റത്തെ തിരക്കിലാണ്. ഒന്നിനെക്കുറിച്ചും ചിന്തിക്കുവാനും ആലോചിക്കുവാനും സമയം കിട്ടാത്ത വിധം നമ്മുടെ ജീവിതം തിരക്കിലാണ്. ഒരുപക്ഷെ ജീവിത തിരക്കുകളുടെ ആധിക്യം മൂലമാകാം ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും നമ്മളിന്ന് വേറിട്ട് പോകുന്നത് പോലും നമ്മൾ അറിയുന്നില്ല. ഏതെങ്കിലും ശാന്തമായ ഒരാലോചനാ വേളയിൽ എനിക്ക് എത്ര വയസ്സായി എന്ന് നാം ഓരോരുത്തരും നമ്മളോട് ചോദിക്കുമ്പോഴാണ് ഞെട്ടലോടുകൂടെ നാം ഈ ഭൂമിയിൽ പിന്നിട്ട കാലത്തെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുന്നത്. ഈ തിരക്കെട്ട ജീവിതത്തിൽ നമ്മുടെ ആയുസ്സും നമ്മുടെ സമയവും നമ്മുടെ പണവും നമ്മുടെ അധ്വാനവും നാം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ അധ്വാനങ്ങൾക്കും ഈ ആലോചനകൾക്കും ഈ വേദനകൾക്കും ദുഃഖങ്ങൾക്കും മാനസികവും ശാരീരികവുമായ ഭാരങ്ങൾക്കെല്ലാം എന്തുമാത്രം ഫലം എനിക്കും നിങ്ങൾക്കും ലഭിക്കും എന്നതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ നാം ചിന്തിക്കേണ്ടതല്ലേ? അങ്ങനെ അഥവാ നമ്മൾ ചിന്തിച്ചിട്ടില്ല, ഗൗരവപൂർവപരമായ ഒരു ആലോചന നമ്മൾ നടത്തിയിട്ടില്ലെങ്കിൽ, സഹോദരങ്ങളെ, ഒരു 70-80 വർഷം ജീവിതത്തിൽ പിന്നിട്ട് കഴിയുമ്പോൾ നാം അനുഭവിച്ച കഷ്ടപ്പാടുകളുടെയും വേദനകളുടെയും അധ്വാനങ്ങളുടെയും കഴിഞ്ഞ നാളുകളെക്കുറിച്ച് ഒരു ഒഴിഞ്ഞ കട്ടിലിൽ മറന്നു കിടന്ന് ആലോചിക്കുമ്പോൾ നഷ്ടപ്പെട്ടോ എൻ്റെ ജീവിതം, അതോ എനിക്ക് പ്രയോജനപ്പെട്ടോ എന്ന് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ അത്യധികമായ വേദനയോടുകൂടെയും അത്യധികമായ മാനസിക പ്രയാസത്തോടുകൂടെയും ഈ ജീവിതത്തിൽ നമ്മൾ വേറിട്ട് പോകേണ്ടി വരും.
ഇങ്ങനെ ചിന്തിക്കാൻ ഒരു സമയം വരും തീർച്ച. അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ സമാപനത്തിലാവാം. അല്ലെങ്കിൽ ഈ മഹാപ്രപഞ്ചം സമാപിക്കുകയും ഈ ലോകത്ത് ജീവിച്ച മുഴുവൻ മനുഷ്യരുടെയും കർമ്മഫലങ്ങളെ ഒരാത്മവിചാരണയ്ക്ക് വിധേയമാക്കുന്ന, ഒരു പരിശോധനയ്ക്ക് ഒരു കണക്കെടുപ്പിന് വിധേയമാക്കുന്ന ഒരു നാളിലാവാം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഹൽ അതാക ഹദീതുൽ ഗാശിയ വുജൂഹുൻ യൗമഇദിൻ ഖാശിയ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ. ഹൽ അതാക ഹദീതുൽ ഗാശിയ, മൂടുന്ന സംഭവത്തിന്റെ വർത്തമാനങ്ങൾ നിനക്ക് വന്നു കിട്ടിയിട്ടില്ലേ? ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളെയും ബാധിക്കുന്ന, ഒന്നൊഴിയാതെ എല്ലാറ്റിനെയും ബാധിക്കുന്ന ഒരു മഹാവിപത്ത് ഈ പ്രപഞ്ചത്തെ കാത്തിരിക്കുന്നു എന്നാണ്. അതിനെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ പ്രവാചകരെ താങ്കൾക്ക് വന്നു കിട്ടിയിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എന്തൊരു വിവരമാണ് താങ്കൾക്കുള്ളത്? വുജൂഹുൻ യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ. അന്ന് ചില മുഖങ്ങൾ പേടിച്ചു താഴ്മ കാണിക്കുന്നതായിരിക്കും. അപ്രതീക്ഷിതമായ ഒരു വലിയ ദുരന്തത്തിന്റെ ഈ പ്രപഞ്ച സമാപനത്തിൽ അന്തം വിട്ടു നിൽക്കുന്ന, പേടിച്ച് താഴ്മ കാണിക്കുന്ന ചില മുഖങ്ങൾ അന്ന് ഉണ്ടായിരിക്കും. ആ മനുഷ്യൻ ആരാണ് സഹോദരങ്ങളെ? അമിലത്തുൻ നാസിബ. അമിലത്തുൻ നാസിബ, അധ്വാനിച്ചവരാണ്, ക്ഷീണിച്ചവരാണ്. സഹോദരങ്ങളെ, ഒരു അല്പസമയം പോലും വിശ്രമിക്കാതെ ഇനി എന്തു ചെയ്യാൻ പറ്റും, ഇനി എന്തു ചെയ്യാൻ പറ്റും എനിക്കു സമ്പാദിക്കാൻ, എന്റെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ, എന്റെ ജീവിതം സമാധാനകരമാക്കാൻ എനിക്കെന്തു ചെയ്യാൻ പറ്റും എന്നു ചിന്തിച്ച് രാപ്പകലില്ലാതെ നാട്ടിലും വിദേശത്തും വെയിലിലും മഞ്ഞിലും എല്ലാം കഠിനാധ്വാനം ചെയ്തിരുന്നു അവർ. എന്നിട്ട് ക്ഷീണിച്ചവരാണ്. പക്ഷേ ആ ക്ഷീണിച്ച അധ്വാനങ്ങളുടെ ഫലം എന്താണ് സഹോദരങ്ങളെ? തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ. തസ്ലാ നാറൻ ഹാമിയ, ചുട്ടുപൊള്ളുന്ന നരകത്തിലാണ് അവർ പ്രവേശിക്കുന്നത്. അവിടെ നിന്ന് എന്താണ് അവർക്ക് കിട്ടുന്നത്? അത്യധ്വാനങ്ങളുടെയും കഠിനമായ പ്രയാസങ്ങളുടെയും അനന്തരഫലമായി തിരിച്ചെത്തുന്ന പുതിയൊരു ലോകത്ത് അവർക്ക് എന്താണ് കിട്ടുന്നത്? എന്തൊരു വിരുന്നാണ് അവർക്ക് കിട്ടുന്നത്? എന്തൊരു സ്വീകരണമാണ് അവർക്ക് ലഭിക്കുന്നത്? തുസ്ഖാ മിൻ ഐനിൻ ആനിയ, ചുട്ടുതിളക്കുന്ന അരുവികളിൽ നിന്ന്, ഉറവകളിൽ നിന്ന് അവർ കുടിപ്പിക്കപ്പെടും. തുസ്ഖാ മിൻ ഐനിൻ ആനിയ ലൈസ ലഹും തുആമുൻ ഇല്ലാ മിൻ ദരീഅ. മുള്ളിന്റെ പഴങ്ങളാണ് നരകത്തിൽ അവർക്ക് ഭക്ഷണമായി നൽകപ്പെടുന്നത്. ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ്, അത് വിശപ്പിൽ നിന്ന് പര്യാപ്തവുമല്ല, അവർക്ക് യാതൊരു പോഷണവും അവരുടെ ശരീരങ്ങൾക്ക് നൽകുന്നതുമല്ല എന്നാണ്. സഹോദരങ്ങളെ, എന്താണ് ഈ വിശുദ്ധ ഖുർആന്റെ ഈ വചനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്? ഒരിക്കലും നിലമറന്ന് ലക്ഷ്യം ആലോചിക്കാതെ വെറുതെ പാഴായി പോകുന്ന അധ്വാനങ്ങൾ വളരെ ശക്തമായ, അങ്ങേയറ്റത്തെ അഗാധമായ ദുഃഖവും ഖേദവും മരണത്തിലും മരണാനന്തരത്തിലും നമുക്ക് തിരിച്ചു നൽകും. അതുകൊണ്ട് ചെറിയൊരാലോചന സഹോദരങ്ങളെ, തിരക്കാണ് നമുക്ക്. അതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സംസാരം കൊണ്ടും ഈ ഒരു ക്ഷണം കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിന്റെ അടുത്ത ഭാവിയെക്കുറിച്ച്. അതിനെക്കുറിച്ചുള്ള ആലോചനകളാണ് നമുക്ക് ലക്ഷ്യബോധവും സമാധാനവും നൽകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ അസംതൃപ്തരാണ്. നമ്മൾ ജീവിതത്തിന്റെ ഏതേതു കാര്യത്തിലും അസംതൃപ്തരാണ്. ഒരു പക്ഷേ നാളെ നാം ലക്ഷ്യമായി കാണുന്ന ഒരു കാര്യം നാളെ നമ്മുടെ കരഗതമായാൽ തന്നെ, നമുക്കത് ലഭിച്ചാൽ തന്നെ നാളെ നമ്മൾ നിരാശരായിരിക്കാം. ഒരു വീട് എനിക്ക് വേണമെന്നതായിരിക്കാം ഒരാളുടെ സ്വപ്നം. എനിക്കൊന്നും വേണ്ട, തൽക്കാലം ഒന്ന് അടച്ചു കിടക്കാൻ പറ്റുന്ന ഒന്ന്, അത് തേക്കണമെന്നോ പെയിന്റടിക്കണമെന്നോ മാർബിൾ പതിക്കണമെന്നോ എനിക്ക് മോഹമില്ല എന്ന്. എന്നാൽ സഹോദരങ്ങളെ, ആ സ്വപ്നം സാക്ഷാത്കരിച്ചാൽ അയാൾ അവിടെ അവസാനിക്കും. അടുത്ത ആഗ്രഹങ്ങൾ അവിടൊന്ന് പൂർത്തിയായി കിട്ടാൻ. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഓരോ സ്വപ്നങ്ങൾ നമുക്കുണ്ട്. ആ സ്വപ്നങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ്. നാം ആർത്തിയോടുകൂടെ ഇരുന്ന് കഴിച്ച ഭക്ഷണം അസംതൃപ്തിയോടുകൂടെയാണ് പരിസമാപ്തി കുറിച്ചത്. നമ്മൾ ആഗ്രഹത്തോടെ നടത്തിയ യാത്ര അസംതൃപ്തിയിലാണ് നമ്മൾ തിരിച്ചു വന്നത്. ഈ ലോകത്ത് സംതൃപ്തകരമായ ഒരു ജീവിതം പൂർണ്ണമായി സാധ്യമാണോ? നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. യഥാർത്ഥത്തിൽ ഈ വിശാലമായ നമ്മുടെ ഈ ജീവിതത്തെ നമുക്ക് സമ്മാനിച്ചത് ആരാണ് സഹോദരങ്ങളെ?
ഒരിക്കലും ശാസ്ത്ര ലോകത്തിനോ അല്ലെങ്കിൽ ഇവിടുത്തെ പണ്ഡിതന്മാർക്കോ നിർവചിക്കാനാവാത്ത ഈ സങ്കീർണമായ ആത്മാവിനെ നമുക്ക് തന്നത് ആരാണ്? ഈ സുന്ദരമായ ശരീരത്തിൽ ഈ ആത്മാവിനെ സന്നിവേശിപ്പിച്ചവൻ ആരാണ്? ഈ കണ്ണും ഈ സങ്കീർണമായ കണ്ണുകളും കാതുകളും മസ്തിഷ്കവും എല്ലാം നമുക്ക് പ്രദാനം ചെയ്തത് ആരാണ്? യഥാർത്ഥത്തിൽ വ്യത്യസ്തമായ ലക്ഷ്യങ്ങളെ സാക്ഷാത്കരിക്കുന്ന സങ്കീർണമായ ഈ മനുഷ്യന്റെ സൃഷ്ടിപ്പിന് പിന്നിൽ ഒരാളുണ്ട്. ആ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള ശക്തി ഏതാണോ, ആ പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹു, ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായ അള്ളാഹു ആരാണോ, അവന് മാത്രമേ സഹോദരങ്ങളെ നമ്മുടെ ഈ ജീവിതം എന്തിനെന്നതിനെ കുറിച്ച് സംതൃപ്തകരമായ ഒരു മറുപടി നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ആ സൃഷ്ടാവിനെ അറിയുകയും അവൻ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ നമ്മളെ സൃഷ്ടിച്ചത് ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിലേക്ക് നമ്മുടെ പരിശ്രമങ്ങൾ ദിശ തിരിയുകയും ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആത്മസംതൃപ്തിയും സമാധാനവും നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് വസ്തുത. നമ്മൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരാത്തൊരു കാര്യം അതാണ്. യഥാർത്ഥത്തിൽ ഈ ജീവിതത്തോടുകൂടെ, ഈ ഒരു മരണത്തോടുകൂടെ നമ്മുടെ ജീവിതം സമാപിച്ചു പോകും എന്ന് യഥാർത്ഥത്തിൽ നമ്മൾ പല ആളുകളും വിചാരിക്കുന്നു. ഒരു പക്ഷേ അതിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് നാവുകൊണ്ട് പറയുന്നവരും അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ പോലും അത് ഗൗരവത്തോടുകൂടെ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ചോദ്യം. അതിനുത്തരം കാണുമ്പോൾ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും സംതൃപ്തകരമാകും. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, നിങ്ങൾ എല്ലാവരും മരണത്തെ രുചിക്കും. മരണം എന്നൊരു ജീവിത സമാപനം എല്ലാവർക്കും ഉണ്ട് സഹോദരങ്ങളെ. മാത്രമല്ല, നിങ്ങളെ നാം പരീക്ഷിക്കും, നന്മകളെ കൊണ്ടും തിന്മകളെ കൊണ്ടും. അതാണ് ജീവിതത്തിന് അനുകൂലവും പ്രതികൂലവുമായ കാര്യങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്റെ ജീവിതം മരണം വരെ അനുകൂലമായ സന്തോഷകരമായ അവസ്ഥകൾ മാത്രമാകണമെന്ന് ഈ നാട്ടിലെ ഏത് കോടീശ്വരൻ വിചാരിച്ചാലും, ഏത് രാജാധിപതി വിചാരിച്ചാലും, ആര് വിചാരിച്ചാലും അത് നടക്കൂല എന്നാണ്. അയാൾ വിചാരിക്കാത്ത ദുഃഖങ്ങൾ അയാളെ കൊട്ടാരങ്ങളിലേക്ക് കടന്നു വരും. അയാൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അയാളുടെ ജീവിത ഭാവിയിൽ പ്രതിസന്ധിയായി നിൽക്കും. അതെന്താ കാരണം? എന്താ കാരണം? ജീവിതം എന്നത് ഇതുകൊണ്ട് മാത്രം പൂർണ്ണമാകുമായിരുന്നെങ്കിൽ നാം വിചാരിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാൻ പറ്റേണ്ടിയിരുന്നു. അല്ല സഹോദരങ്ങളെ, ഈ ജീവിതത്തിന് പിന്നിൽ ആത്യന്തികമായ ഒരു ലക്ഷ്യമുണ്ട്. അതാ പറഞ്ഞത്, മരണം ഈ ജീവിതത്തിന്റെ താൽക്കാലിക സമാപനമാണ്. എന്നിട്ട് എന്താണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. നന്മകളെ കൊണ്ടും തിന്മകളെ കൊണ്ടും ഞാൻ നിങ്ങളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. എന്തിനാണ് ആ പരീക്ഷണം? വഇലൈനാ തുർജഊൻ. നിങ്ങൾ എന്നിലേക്ക് മടക്കപ്പെടുന്ന സഹോദരങ്ങളെ, ഒരു തിരിച്ചുപോക്ക്, ആത്യന്തികമായ ഒരു തിരിച്ചുപോക്ക് നമുക്ക് എല്ലാവർക്കുമുണ്ട്. ഒരു പക്ഷേ ഇതൊന്നും വിശ്വസിക്കാൻ ഒരു പ്രയാസമില്ല. എന്താണ് നമുക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ 114 അധ്യായങ്ങളിലായി 6000 ചില്ലാനം വചനങ്ങളിലായി സഹോദരങ്ങളെ സുവ്യക്തമായ വചനങ്ങളായി, സുവ്യക്തമായ വചനം, ആർക്കും മനസ്സിലാകുന്ന ലളിത സത്യങ്ങളായി വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മരണത്തെക്കുറിച്ച്, മരണാനന്തരത്തെക്കുറിച്ച്, ജീവിത ലക്ഷ്യങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ. പക്ഷെ സഹോദരങ്ങളെ, എന്തിനെല്ലാം നമ്മൾ സമയം കാണിച്ചു? ഒരു ദിവസം കിട്ടുന്ന പത്രം എത്ര തവണ വായിച്ചു? നാം വായിച്ചു കൂട്ടിയ പത്രങ്ങളുടെ കെട്ടാണ് നമ്മുടെ വീട്ടിനുള്ളിൽ ഇരിക്കുന്നത്. എന്നാൽ 3 ആഴ്ച, ഏറി വന്നാൽ സാവകാശം വായിച്ചാൽ 3 ആഴ്ച കൊണ്ട് വായിച്ചു തീർക്കാവുന്ന ഈ പ്രപഞ്ചനാഥന്റെ വചനങ്ങൾ നമ്മൾ പറയുന്ന 1400-ലധികം കൊല്ലങ്ങളെ അതിജീവിച്ചു വന്ന അനേകം വിജ്ഞാനങ്ങളുടെ വിസ്ഫോടനങ്ങൾ നടന്നിട്ടും കാലഹരണപ്പെടാത്ത വിജ്ഞാന ഗ്രന്ഥമായി നിലകൊള്ളുന്ന വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ സുവ്യക്തമായി മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും വഴികാട്ടിയായി നിൽക്കുന്നുണ്ട്. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമളാൻ മാസം എന്ന് പറഞ്ഞാൽ. എന്തിനാണ് ഖുർആൻ ഇറങ്ങിയത് സഹോദരങ്ങളെ? പണ്ഡിതന്മാർക്കും പുരോഹിതന്മാർക്കും മഹാത്മാക്കൾക്കും അവിടെ പാണ്ഡിത്യം വർദ്ധിപ്പിക്കാനാണോ? ഒന്നുമല്ല, ലളിതമാണ് ഖുർആന്റെ വിശദീകരണം. ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് മുഴുവനും മാർഗദർശനമായിക്കൊണ്ട്, വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യാസത്യ വിവേചനത്തിന്റെയും സന്മാർഗത്തിന്റെയും വ്യക്തമായ വിശദീകരണങ്ങളായി, തെളിവുകളായി വിശുദ്ധ ഖുർആൻ വന്നിരിക്കുന്നു. ലളിതം. ആളുകളുടെ ഒരു വിശ്വാസമുണ്ട് ഖുർആൻ ഒന്ന് വായിച്ചാൽ മനസ്സിലാവുക. സഹോദരങ്ങളെ,
അത് ഖുർആൻ വായിച്ചാൽ മനസ്സിലാകുമെന്നതിന് ഏറ്റവും ലളിതമായ തെളിവ് എന്താണ്? ഈ നാട്ടിൽ നിലകൊള്ളുന്ന എല്ലാ മുസ്ലിം സംഘടനകളും അല്ലാത്തവരും വിശുദ്ധ ഖുർആന്റെ പരിഭാഷകൾ എഴുതിയിട്ടുണ്ട്. അതെന്തിനാ? പണ്ഡിതന്മാർക്ക് വായിക്കാനാണെങ്കിൽ അവർക്ക് അറബി അറിയില്ലേ? അവർക്ക് മലയാളത്തിൽ പരിഭാഷയുടെ ആവശ്യമുണ്ടോ സഹോദരങ്ങളെ? എല്ലാ ആളുകളും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് എല്ലാ സാധാരണക്കാർക്കും വായിക്കാനും അറിയാനാണ്. എന്നിട്ട് പോലും അതൊരു തവണ വായിക്കാത്ത ഹതഭാഗ്യരെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ. ഈ കണ്ണ്, മരിച്ച ഈ കണ്ണുകൾ ആരെങ്കിലും തടവി അടക്കുന്നതിന് മുമ്പ് തുറന്നു വെച്ച എല്ലാം കാണുന്ന ഈ കാഴ്ച ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം വായിക്കാൻ നമ്മൾ ശ്രമിക്കണം. വായിച്ചാൽ എന്താ മനസ്സിലാകുക? ആയിരക്കണക്കിന് ഖുർആനിക വചനങ്ങളിൽ സ്ഥാപിക്കുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ അടുത്തു വരാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഇവിടെ ഏതൊരു ചിന്തകൾക്കും സമാപനമായി ഒരു മരണമുണ്ട് സഹോദരങ്ങളെ. ഒരു വേദന പങ്കിടുമ്പോൾ മരിക്കുമല്ലോ എന്നൊരു ആശ്വാസം നമുക്ക് അവസാനമായിട്ടുണ്ട്. കുറച്ചു കാലമല്ലേ, കുറച്ചു സമയമല്ലേ എന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ മരണമില്ലാത്തൊരു ലോകം, എത്ര വലിയ പ്രതിസന്ധിയാണ് ഒരു പക്ഷെ ഒരു അധർമ്മകാരിക്ക് നരകത്തിൽ വരുന്നത്. കല്ലുകളോടൊപ്പമാണ് മനുഷ്യനെ ഇന്ധനമായി കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അതിഭീകരമായ നരകത്തിന്റെ അഗ്നിജ്വാലകളിൽ യുഗാന്തരങ്ങളോളം കടന്നാലും മനുഷ്യൻ മരിക്കുന്നില്ല എന്ന്. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഖുലിൽ ഹഖ്ഖു മിൻ റബ്ബിക്കും ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഖുൽ നബിയെ പറയുക, അൽ ഹഖ്ഖു മിൻ റബ്ബിക്കും, ഈ സത്യം നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഈ സത്യങ്ങളെ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുക. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഇഷ്ടമുള്ളവൻ സ്വീകരിക്കട്ടെ, അല്ലാത്തവൻ, ഉദ്ദേശിക്കുന്നവൻ നിരാകരിക്കട്ടെ. എന്നിട്ട് പറയാണ്, ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന നാറാ. സത്യനിഷേധികൾക്ക് വേണ്ടി, പരലോകത്തെ നിഷേധിച്ചവർക്ക് വേണ്ടി, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്തവർക്ക് വേണ്ടിയൊക്കെ ഒരു നരകത്തെ സംവിധാനിച്ചിട്ട് വെച്ചിട്ടുണ്ടെന്നാണ്. ആ നരകം അവർക്ക് ചുറ്റും തീജ്വാലകളുടെ വലയങ്ങൾ, കവചങ്ങൾ തീർക്കുമെന്നാണ്. എന്നിട്ട് ആ നരകത്തിൽ കിടന്നുകൊണ്ട് അവർ വിളിച്ചു നിലവിളിക്കുമ്പോൾ, വെള്ളം ചോദിക്കുമ്പോൾ അവർക്ക് ഉരുകിയ പാനീയങ്ങൾ, രോഗമുരുക്കിയ പാനീയങ്ങളെപ്പോലുള്ള പാനീയങ്ങൾ അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നതാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത്, എന്നിട്ടും അത്രയും മാരകമായ പാനീയം കുടിക്കാൻ കൊടുത്താലും അവരത് കുടിക്കും. അവരത് കുടിക്കാൻ ശ്രമിച്ചാൽ അവർക്കത് അവരുടെ തൊണ്ടയിലൂടെ ഇറങ്ങിപ്പോകില്ല എന്നാണ്. അവരത് കുടിക്കാൻ ശ്രമിക്കും, തൊണ്ടയിലൂടെ ഇറങ്ങിപ്പോകില്ല. എന്നാൽ അവർ മരിക്കോ? വമാഹുബി മയ്യിത്ത്. അവർ മരിക്കുകയുമില്ല, മരിക്കാതെ അങ്ങനെ കിടക്കും. സഹോദരങ്ങളെ, മരണമുള്ള ഈ ലോകത്ത് എല്ലാത്തിനും ഒരു പ്രതീക്ഷയുണ്ട്. എന്നാൽ മരണമില്ലാത്തൊരു ലോകം യാഥാർത്ഥ്യമാണെങ്കിലും ഒരു മിനിറ്റ് ചിന്തിച്ചു, അത് യാഥാർത്ഥ്യമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഒരു മിനിറ്റ് ചിന്തിക്കേണ്ട സഹോദരങ്ങൾ. എങ്ങനെ യാഥാർത്ഥ്യമാകാതിരിക്കും? വിശുദ്ധ ഖുർആൻ കണ്ണ് തുറപ്പിക്കുന്ന തെളിവുകളാണ് പരലോകത്തിന്റെ യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടി ഖുർആൻ പറയുന്നത്. സഹോദരങ്ങളെ, വായിച്ചാൽ അത് ബോധ്യപ്പെടാത്ത ഒരാളും ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അത്ഭുതകരമല്ലേ? ലോകത്ത് നമുക്ക് ചിന്തിച്ചാൽ കാണാവുന്ന ഏറ്റവും വലിയൊരു അത്ഭുതമാണ് ഒരു കുഞ്ഞിന്റെ ജനനം എന്ന് പറഞ്ഞാൽ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു 2-3 കിലോ തൂക്കമുള്ള ഒരു കുഞ്ഞ് ആ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരാൻ, സഹോദരങ്ങളെ, അവിടേക്ക് എന്താണ് എത്തിയത് നാം ആലോചിക്കണം. മനസ്സിലായി? ഒരു 2000 സ്ക്വയർ ഫീറ്റിന് ഒരു വീടുണ്ടാക്കാനുള്ള സാമഗ്രികൾ ഒരു ഭാഗത്ത് കൂട്ടിയിട്ടാൽ സഹോദരങ്ങളെ, എത്ര ഉണ്ടാവും അതിന്റെ കനം, എത്ര ഉണ്ടാവും അതിന്റെ തൂക്കം? ഒരു 3.5 കിലോ ഒരു കുഞ്ഞ് പുറത്തു വരാൻ ഗർഭപാത്രത്തേക്ക് എന്താ എത്തിയത്? ഒരു നിസ്സാരമായ ബീജാണ്, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തൊരു ബീജാണ്. അത്രയും നിഗൂഢവും സങ്കീർണവുമായ വഴികളിലൂടെ സഞ്ചരിച്ചിട്ടാണ് അത് ഗർഭപാത്രത്തിലേക്ക് എത്തുന്നത്. നമ്മൾ ആലോചിക്കണം, അതത്ര പ്രയാസപ്പെട്ടിട്ടാണ് അത് എത്തുന്നത്. അത് അവിടെ എത്തിയതിനു ശേഷം എത്ര ആഴ്ചകളെ കൊണ്ടാണ് ആ വളർച്ച? ആഴ്ചകളെ കൊണ്ട് ഏകദേശം 9 മാസമാകുമ്പോഴേക്കും പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുഞ്ഞു വന്നു, സുന്ദരമായ രൂപത്തോടുകൂടെ. യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റകബക. ഓ മനുഷ്യ, നിന്നെ വഞ്ചിച്ചു കളഞ്ഞത് എന്താണ്? അത്യുദാരനായ നിന്റെ നാഥനെ കുറിച്ച് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിരുന്നത് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ സൗന്ദര്യത്തെയും ആകാരത്തെയും ചൂണ്ടിക്കാണിച്ചിട്ടാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ മനുഷ്യന് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹത്തെ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, അത്രയും സുന്ദരമായി ആ ഗർഭപാത്രത്തിൽ അത് രൂപപ്പെട്ടു വരാൻ എത്ര കൂടെ താമസവും. എന്നിട്ട് അവിടെ ഇങ്ങനെ വളരുകയാണ് ആ കുട്ടി. അത്ഭുതകരമായ വളർച്ച.
എന്നിട്ട് മാതാവിന്റെ ഇടുപ്പെല്ലുകൾക്കിടയിലൂടെ ഒരപകടവും പറ്റാതെ ആ മൃദുലമായ ശരീരം ഒരപകടവും പറ്റാതെ ആ സങ്കീർണമായ വഴികളിലൂടെ പുറത്തേക്ക് വരികയാണ്. ഖുർആൻ അത് പറയുന്നുണ്ട്. ഖുതിലൽ ഇൻസാനു മാ അക്ഫറ മിൻ അയ്യി ഷൈഇൻ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖ ഫഖദ്ദറ ثم السبيل يسر ثم أماته فأقبر ثم إذا شاء أنشر قتل الإنسان ما أكفر. മനുഷ്യൻ കൊല്ലപ്പെടട്ടെ, മനുഷ്യൻ നശിച്ചു പോകട്ടെ, അവൻ എന്താണ് ഇത്രമാത്രം നിഷേധിയായത്? മിൻ അയ്യി ഷൈഇൻ ഖലഖ, എന്തിൽ നിന്നാണ് അവനെ സൃഷ്ടിച്ചത്? മിൻ നുത്ഫത്തിൻ ഖലഖ, നിസ്സാരമായ ഒരു ബീജാണുവിൽ നിന്നാണ് അവനെ സൃഷ്ടിച്ചത്. ഫഖദ്ദറ, എന്നിട്ട് അവനെ സംവിധാനിച്ചു. സുമ്മ സബീല യസ്സറ, പിന്നെ അവന്റെ വഴി എളുപ്പമാക്കി കൊടുത്തു. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പറയുന്നത് ഈ ഒരു വലിയ യാഥാർത്ഥ്യം, ഈ ഒരു അത്ഭുതകരമായ ഒരു കുഞ്ഞിന്റെ ജന്മം ഇവിടെ സാധ്യമാണെങ്കിൽ, 3 അറകൾക്കുള്ളിൽ ഗർഭപാത്രത്തിന്റെ ആ ഇരുണ്ട കുഴികൾക്കുള്ളിൽ ഒരു ജീവന് പിറക്കാമെങ്കിൽ, സഹോദരങ്ങളെ, ഒരു നാൾ നമ്മൾ മറവ് ചെയ്ത ശ്മശാനങ്ങളിൽ നിന്ന്, സെമിത്തേരികളിൽ നിന്ന്, ആ ഖബറിന്റെ ഉൾത്തടങ്ങളിൽ നിന്ന് അവിടെ ദ്രവിച്ച് മണ്ണായി പരിവർത്തിപ്പിക്കപ്പെട്ട മനുഷ്യൻ വസ്ത്രങ്ങളില്ലാതെ, കാലിൽ ചെരുപ്പില്ലാതെ ഒരു പുതിയ ജന്മം ഇനിയും നടക്കുന്ന ആ തിരിച്ചുവരവ് എല്ലാവർക്കുമുണ്ട് സഹോദരങ്ങളെ. അത് വിശ്വസിച്ചവർക്കും വിശ്വസിക്കാത്തവർക്കും, അതിനെ നിരാകരിച്ചവർക്കും അംഗീകരിച്ചവർക്കും എല്ലാവർക്കും ആ യാഥാർത്ഥ്യം സംഭവിക്കുക തന്നെ ചെയ്യും. ഈ മഹാപ്രപഞ്ചത്തിന്റെ സമാപനമായ ദുരന്തത്തിൽ ഈ ലോകത്ത് കാണാൻ പോകുന്ന ഏറ്റവും വലിയൊരു കാഴ്ച അതാകുന്നു. ഏത്? യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅ കഅന്നഹും ഇലാ നുസുബിൻ യൂഫിലൂൻ. പഴകി ദ്രവിച്ച കുഴിമാടങ്ങളിൽ നിന്ന് മനുഷ്യൻ എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസം, നാട്ടിവെക്കപ്പെട്ട ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് ഒന്നിച്ച് മനുഷ്യർ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാദുരന്ത ദിവസം ഇവിടെ വരാനുണ്ട്. സഹോദരങ്ങളെ, എത്രയെത്ര തെളിവുകളാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നമുക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാൻ പറ്റും. ഈ ലോകത്ത് മരിച്ചുപോയവരൊക്കെ അങ്ങനെ കിടക്കുകയാണെങ്കിൽ സഹോദരങ്ങൾ, ഇവിടെ എന്തിൽ നടക്കും? നമുക്കൊരു ചെറിയ കുഴിയെടുക്കാൻ പറ്റും, ഒരു വേസ്റ്റിന്റെ കുഴിയെടുക്കാൻ പറ്റും. ഡെഡ് ബോഡികൾ ഇങ്ങനെ പുറത്തേക്ക് വരും. ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകാരംഭം മുതൽ കോടിക്കണക്കിന് ജനങ്ങൾ ഈ മണ്ണിലാണ് അവശേഷിച്ചത്. അവരെ ചന്ദ്രനെ കൊണ്ടുപോയിട്ടില്ല, ഒരു വ്യാഴത്തിൽ ഒക്കെ ഭൂമിയിലെ കിടക്കുന്നത്. അവരെവിടെയാണിപ്പോൾ? സഹോദരൻ, അവരൊക്കെ മണ്ണായി പോയി, എല്ലാം മണ്ണായി. ഈ തലമുറകളും ഈ മനുഷ്യ കൂട്ടങ്ങളും എവിടെ നിന്ന് വന്നു? അവരൊക്കെ ഈ മണ്ണിന്റെ സത്തയിൽ നിന്ന് വന്നു. മണ്ണിൽ നിന്ന് വന്ന് മണ്ണിലേക്ക് തിരിച്ചു പോകാമെങ്കിൽ, ആ മണ്ണിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് ഒരു ദിവസം തെറിച്ചു വരുന്നൊരു ദിവസം എന്തുകൊണ്ടുണ്ടായിക്കൂടാ? വിശുദ്ധ ഖുർആൻ അതാ ചോദിക്കുന്നത്. മിൻഹാ ഖലഖനാകും വഫിഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റ. മിൻഹാ ഖലഖനാകും, മണ്ണിൽ നിന്നാണ് നാം നിങ്ങളെ സൃഷ്ടിച്ചത്. വഫിഹാ നുഈദുകും, ആ മണ്ണിലേക്ക് നാം നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകും. വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റ, ഒരിക്കൽ കൂടെ ആ മണ്ണിൽ നിന്ന് നിങ്ങളെ നാം തിരികെ കൊണ്ടുവരും. സഹോദരങ്ങൾ, ഒരു പ്രശ്നമല്ല. ഈ വിശാലമായ ലോകത്തെക്കുറിച്ചും ആകാശവാനങ്ങളെക്കുറിച്ചും മനുഷ്യന്റെ ഗവേഷണങ്ങൾ എവിടെ എത്തി നിൽക്കുന്നില്ല. മനുഷ്യൻ നിരാശനായി കഴിച്ചു കൂട്ടാണ്. കാരണം അതിവിശാലമായ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് വളരെ കുറഞ്ഞ അറിവ് മാത്രമേ മനുഷ്യനുള്ളൂ. സഹോദരങ്ങളെ, ഇത്രയും വിശാലമായ 7 വാനങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആ ശക്തിക്ക്, ആ പ്രപഞ്ചനാഥന്, സൃഷ്ടികർത്താവിന്, സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ, ജീവിച്ച് മരിച്ചൊരു മനുഷ്യനെ പുനർജനിക്കൽ പ്രയാസകരമായി തീരും. സഹോദരങ്ങൾ, ഒരു യാഥാർത്ഥ്യമായി സംഭവിക്കും. അതൊരു യാഥാർത്ഥ്യമായി സംഭവിച്ച് നാം മരിച്ചപ്പോൾ അടഞ്ഞതായി കണ്ട കണ്ണുകൾ വീണ്ടും ജീവനോടുകൂടെ തുറക്കപ്പെടുന്ന ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അത് ഭയാനകമായ അവസ്ഥയാണ്. മരിക്കുന്നതോട് കൂടെ തന്നെ ആ അനുഭവങ്ങൾ മനുഷ്യൻ ആരംഭിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ. മരിക്കുന്നവന്റെ ആത്മാവിനെ മരിക്കുമ്പോൾ പിടിക്കുന്നു, മരിക്കാത്തവന്റെ ആത്മാവിനെ ഉറക്കത്തിലാണ് പിടിക്കുന്നത്. ഉറക്കത്തിൽ നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ഉറങ്ങുകയാണെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ അടുത്ത് കിടക്കുന്ന സുഹൃത്തെ എന്തെല്ലാം കാണുന്നു നമ്മൾ അറിയുന്നുണ്ട്. അവൻ ഭീകര സ്വപ്നങ്ങളെ കണ്ട് പേടിച്ച് നിലവിളിക്കുന്നു, അവൻ സുന്ദര സ്വപ്നങ്ങളെ കണ്ട് പൊട്ടിച്ചിരിക്കുന്നു. അടുത്ത് കിടക്കുന്ന വല്ലതും അറിയുക. അവൻ കാണുന്ന കാഴ്ചയുടെ അതിവിശാലമായ ലോകങ്ങളെ, അലറുന്ന കടലുകളെ, തോരാത്ത മഴകളെ, ഇടിമിന്നലുകള്, എന്തൊക്കെ അവൻ അനുഭവിക്കുന്നുണ്ട്. ചേർന്ന് കിടക്കുന്നത് നമ്മൾ അതെങ്കിലും അറിയണ്ടോ?
ഭർത്താവ് കാണുന്ന സ്വപ്നത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം അടുത്തിരിക്കുന്ന ഭാര്യയ്ക്കുണ്ടോ? ഇല്ല സഹോദരങ്ങളെ, നമ്മളുടെ ഈ ലോകത്ത് തന്നെ ഈ ലോകത്തെ കാര്യങ്ങൾക്ക് വഴങ്ങാത്ത കാഴ്ചകളും അനുഭവങ്ങളും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുന്നുണ്ടെങ്കിൽ സംശയിക്കേണ്ട. മരിച്ചു കിടക്കുന്നവൻ അനുഭവങ്ങളുണ്ട്, കബറിൽ കിടക്കുന്നവൻ അനുഭവങ്ങളുണ്ട്. ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ഭീകരമായ അനുഭവങ്ങളിലേക്ക് ശരീരത്തോടുകൂടെ മനുഷ്യൻ തിരിച്ചു വരും. സഹോദരങ്ങളെ, ഈ അറിവ് നമുക്ക് ലഭിക്കുന്ന സമാധാനം ചെറുതല്ല, ഭയങ്കരമായ സമാധാനമാണ്. ഈ ലോകത്ത് നമ്മൾ അന്വേഷിക്കുന്ന അനേകം ചോദ്യങ്ങൾക്ക് ഈ ഒരു വിശ്വാസം മറുപടി പറയുന്നുണ്ട്. എന്താണ് ഈ അസന്തുലിതമായ ജീവിതം? കൊട്ടാരങ്ങളിൽ അത്യുന്നതങ്ങളായി ജീവിക്കുന്നു കള്ളക്കടത്തുകാരും അധാർമികതയ്ക്ക് കൂട്ടുനിൽക്കുന്ന ആളുകളും. എന്നാൽ ജീവിതത്തിൽ ഒരു കളവ് പോലും പറയാത്തവൻ സഹോദരങ്ങളെ ജീവിതത്തിൽ വിഷമകരമായ അവസ്ഥകളിൽ, ചെറ്റക്കുടിലുകളിൽ പ്രയാസപ്പെട്ട് അഭിമാനം നഷ്ടപ്പെടുത്തി ജീവിക്കേണ്ടി വരുന്നു. എന്താ ഈ വ്യത്യാസം സഹോദരങ്ങൾ? അവിടെയാണ് ഹ്രസ്വമായ ഒരു ചെറിയ കാത്തിരിപ്പ് മാത്രമാണ് ഈ ലോകം. സമ്പൂർണമായ ഒരു ജീവിതത്തിലേക്കുള്ള തിരിച്ചുപോക്ക് ആരംഭിക്കാതിരിക്കുന്നു. അവിടെ വരുമ്പോൾ ഇതൊക്കെ അപ്രസക്തമായി തീരും. കാരണം ഇവിടെ മണിമന്ദിരങ്ങളിലും മണിമാളികളിലും താമസിച്ച് ഒരു ആയുസ് കഴിച്ചുകൂട്ടിയവൻ സഹോദരങ്ങളെ കത്തിജ്വലിക്കുന്ന ഭീകരമായ നരകാഗ്നികളെ കാണുമ്പോൾ അവനുറങ്ങിയ ഫ്ലാറ്റോന് ഓർമ്മ വരൂ? അവൻ കുടിച്ച സുന്ദരമായ പാനീയങ്ങളുടെ രുചി അവന്റെ മനസ്സിൽ വരൂ? അവൻ ഉപയോഗിച്ച ലക്ഷറി വാഹനങ്ങൾ അവന്റെ മനസ്സിൽ വരൂല. ഈ ലോകത്തിലെ എല്ലാ സുഖങ്ങളും അവിടെ പൊലിഞ്ഞു പോകും, വിസ്മരിക്കപ്പെടും. എന്നാൽ സഹോദരങ്ങളെ, കഷ്ടപ്പാടുകളും വേദനകളും ദുരിതങ്ങൾക്കും ഇടയിൽ ധാർമ്മികവും സത്യസന്ധവുമായ ഒരു വിശ്വാസത്തെ കാത്തുസൂക്ഷിച്ച് ജീവിച്ചവൻ സ്വർഗത്തിന്റെ അതിവിശാലമായ ലോകത്തെ കാണുമ്പോൾ, അതിവിശാലമായ ലോകം, അതൊക്കെ എത്ര യാഥാർത്ഥ്യത്തോടെയാണ് ഖുർആൻ പറഞ്ഞു തരുന്നത്. ചില മുഖങ്ങൾ സന്തോഷം കൊണ്ട് തുടുത്തവയായിരിക്കും, അവിടെ അധ്വാനങ്ങളുടെ ഫലമായിക്കൊണ്ട്. നല്ല ഒഴുകുന്ന നദികളുണ്ട്, അവിടെ ഉയർത്തിവെക്കപ്പെട്ട കട്ടിലുകളുണ്ട്, പിന്നെ അണിയണിയാക്കപ്പെട്ട തലയിണകളുണ്ട്, പരവതാനികളുണ്ട്. അങ്ങനത്തെ ഒരു യാഥാർത്ഥ്യത്തിന്റെ സുഖസുന്ദര ലോകത്തെ കാണുമ്പോൾ സഹോദരങ്ങളെ, ഇവിടുത്തെ ചെറ്റക്കുടിലുകളും ജീവിത പ്രയാസങ്ങളും ആരെങ്കിലും ആലോചിക്കും? ആ സ്വർഗവും ആ പരലോകവും നമുക്ക് നൽകുന്ന മനസമാധാനം എത്രയാണ് സഹോദരങ്ങളെ! എത്രയെത്ര കൊലപാതകങ്ങളിൽ ഇന്ന് നാം വായിക്കുന്നത് എന്താണ്? തെളിവുകളെ ഏറ്റവും ആസൂത്രിതമായി മറച്ചുവെക്കാനുള്ള സൂത്രങ്ങളാണ്. സിനിമകളിൽ നിന്നും നോവലുകളിൽ നിന്നും സ്വന്തം ആലോചനകളിൽ നിന്നും ആളുകൾ മെനഞ്ഞെടുത്ത നല്ല തെളിവ് നശിപ്പിക്കാനുള്ള നല്ല ആസൂത്രണങ്ങളായി നടത്തിയിട്ടാണ് കൊലപാതകത്തിലേക്ക് ഇറങ്ങുന്നത്. എന്നാൽ ആലോചിക്കേണ്ട സഹോദരങ്ങളെ, എല്ലാ രഹസ്യങ്ങളും പകർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു റെക്കോർഡ് അള്ളാഹു നാളെ പരലോകത്ത് നമുക്ക് തരുമെന്ന നമ്മുടെ രാത്രിയുടെ ഉറക്കങ്ങൾ, നാം സഞ്ചരിച്ച ഹോട്ടലുകൾ, നാം സംസാരിച്ച സംസാരങ്ങൾ എല്ലാം കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ഒരു റെക്കോർഡ് നമുക്ക് തരും. ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമല്ലേ? കാരണം എന്താ? എല്ലാറ്റിനും ഒരു ചോദ്യം, ഒരു വിചാരണ നാളെ പരലോകത്ത് വരാനിരിക്കുന്നു. എല്ലാ കുറ്റങ്ങളും തെളിയിക്കപ്പെടും, എല്ലാ രഹസ്യങ്ങളും പുറത്തു വരപ്പെടും. അന്നേ ദിവസം ഒരു രഹസ്യമായി മറഞ്ഞു കിടക്കുകയില്ല, എല്ലാ രഹസ്യങ്ങളും പുറത്തേക്ക് വരും. അതുകൊണ്ട് ആത്മസംതൃപ്തി കിട്ടും സഹോദരങ്ങളെ. ജീവിതത്തിന്റെ അശാന്തി സന്തോഷം നൽകുന്ന സന്ദേശമാണ് ഈ പറയുന്നത്. മരണത്തിന് ശേഷമുള്ള അനന്തമായ ഒരു ജീവിതം, അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. ഹ്രസ്വമായ ഒരു താമസ സ്ഥലമാകുന്നു യഥാർത്ഥത്തിൽ ഈ ലോകമെന്ന തിരിച്ചറിവ്. എല്ലാറ്റിലും നീതി അന്ന് കൽപ്പിക്കപ്പെടും, ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അന്ന് വിചാരണ ചെയ്യപ്പെടും. സംതൃപ്തികരമായ ഒരു ജീവിതം അവിടെ നമുക്ക് നൽകപ്പെടും. എന്തൊരാശ്വാസമുള്ളത്! അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വായിക്കണം നമ്മൾ പറഞ്ഞത്. വിശുദ്ധ ഖുർആനൊക്കെ ആഴ്ചക്ക് നടക്കുന്ന ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന ആളുകൾ, സഹോദരങ്ങളെ, ഇപ്പോൾ നമ്മുടെ ചെറുവാടിയിൽ നടക്കാൻ പോകുന്ന പ്രഭാഷണ പരിപാടികൾ, ഇതെല്ലാം ഇതിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നതും ഇതിലേക്ക് വരാൻ പറയുന്നതും ഒക്കെ എന്ന് വെച്ചാൽ മനുഷ്യന് സമാധാനം അതുകൊണ്ടേ കിട്ടുള്ളൂ. ഈ അസ്വസ്ഥവും അസംതൃപ്തമായ ലോകത്തേക്ക് നോക്കുമ്പോൾ സഹോദരങ്ങളെ, മനസ്സ് വിങ്ങുകയാണ്, വ്യാകുലപ്പെടുകയാണ്. എന്നാൽ ഖുർആനാകുന്ന ലെൻസിലൂടെ അതിവിശാലമായ സ്വർഗത്തെ കാണുമ്പോൾ, മരണമില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് അറിയുമ്പോൾ പ്രതീക്ഷകളാണ്. ഏത് വാർദ്ധക്യത്തിന്റെ അവശതയിൽ മരണത്തെ നോക്കിക്കിടക്കുന്നവന്റെ കണ്ണിലും പരലോക ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ അവന്റെ കണ്ണുകൾ തിളങ്ങുന്നു. രോഗങ്ങളെ കൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ പറ്റാത്തവന്റെ നിരാശപ്പെട്ട മുഖത്തും പരലോകത്തിന്റെയും വിശുദ്ധ ഖുർആന്റെയും സന്ദേശങ്ങൾ എത്തുമ്പോൾ അവൻ ആശ്വാസം ലഭിക്കുന്നു. അതുകൊണ്ടാണ് ഖുർആൻ സന്തോഷത്തിനുള്ളൊരു നിമിത്തമാണെന്ന് ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയത്. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതി ഫബിദാലിക ഫൽയഫ്റഹൂ. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതി ഫബിദാലിക ഫൽയഫ്റഹൂ. അല്ലാഹുവിന്റെ ഔദാര്യമാണ്, അല്ലാഹുവിന്റെ കാരുണ്യമാണ് ഖുർആൻ. അതുകൊണ്ട് ആ ഖുർആനിൽ അവർ സന്തോഷിച്ചു കൊള്ളട്ടെ.
ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അവരൊരുമിച്ച് കൂട്ടുന്ന എല്ലാറ്റിനേക്കാളും അവർക്ക് ഉത്തമം വിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ലക്ഷ്യത്തെ നമ്മൾ തിരിച്ചറിയാം, ആ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കുക, ജീവിതത്തിന്റെ രാപ്പകൽ മുഴുവനും സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക. എന്താ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ മാർഗരേഖയും വളരെ കൃത്യമായി വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്നും വിട്ടുപോയില്ല. നിങ്ങൾക്ക് ഇസ്ലാമികമായി അവഗാഹമുള്ള ഒരു സ്കോളർ, ഒരു പണ്ഡിതനെ നിങ്ങളെ മുന്നിൽ കിട്ടിയാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതു കാര്യത്തിൽ നിങ്ങൾ സംശയിച്ചാൽ പറയും. കച്ചവടത്തിൽ, നിങ്ങളുടെ ലൈംഗിക ജീവിതത്തിൽ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ, നിങ്ങളുടെ വ്യവഹാരങ്ങളിൽ, മാതാപിതാക്കളുമായുള്ള ബന്ധങ്ങളിൽ, സാമൂഹിക ബന്ധങ്ങളിൽ, വ്യത്യസ്തങ്ങളായ മതസ്ഥർ ഒന്നിച്ച് ജീവിക്കുമ്പോഴുള്ള സമീപനങ്ങളെക്കുറിച്ച്, നമ്മുടെ മരണത്തെക്കുറിച്ച്, ഖബർ ജീവിതത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, എല്ലാറ്റിനെക്കുറിച്ചുമുള്ള ഉത്തരം പറയാൻ വിശുദ്ധ ഖുർആനിന് പറ്റും. ഒന്നും വിട്ടുപോകാതെ സമ്പൂർണമായി സന്മാർഗം കാണിച്ചു കൊടുക്കാനുള്ള ചുമതല എനിക്കാണ്. ആദ്യ ലോകവും പരലോകവും എനിക്കുള്ളതാണ്. ഇരു ലോകങ്ങളിലും സമാധാനവും സന്തോഷവും കിട്ടാൻ എല്ലാ മാർഗങ്ങളും വിശുദ്ധ ഖുർആൻ നിർദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ സഹോദരങ്ങൾ, ഇത് വിശാലമായ പഠനത്തിന് ഇസ്ലാമിനെ കുറിച്ച് അറിയുന്നവരും അറിയാത്തവരും തയ്യാറാവണമെന്നാണ് ഈ സലഫി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം ഏത് കാലത്തും ജനങ്ങളോട് പറയും. നിങ്ങൾ ഖുർആൻ വായിക്ക്. 23 കൊല്ല കാലഘട്ടത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ സമ്പൂർണമായി ചരിത്രരേഖയായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതൊന്ന് വായിച്ചു നോക്കി അറിയൂ. സഹോദരങ്ങളുടെ ജീവിതത്തിൽ സമാധാനം തിരിച്ചു വരും. എങ്ങനെയാണ് ആ സമാധാനം ലഭിക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. നമുക്കറിയാം, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിനെ പഠിപ്പിച്ചു തുടങ്ങുകയാണ്. തികച്ചും പൂജ്യത്തിൽ നിൽക്കുന്ന ഒരു ജനസമൂഹത്തെ നല്ല സന്തോഷകരമായ ഒരു മാനസികാവസ്ഥയിലേക്കും ലക്ഷ്യബോധത്തിലേക്കുമുള്ള ഒരു പുത്തൻ തലമുറയായി വാർത്തെടുക്കുമ്പോൾ ആദ്യം എന്താ ചെയ്തത് സഹോദരങ്ങളെ? ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക സാമൂഹ്യ തിന്മകളെയല്ലേ ആദ്യം നിരാകരിക്കേണ്ടത്. മദ്യപിക്കുന്ന ഒരു സമൂഹത്തെ എങ്ങനെ നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും? മദ്യപാനം ഒഴിവാക്കാതെ. പക്ഷേ ആ മദ്യപാനത്തെക്കുറിച്ച് മിണ്ടിയില്ല. ആദ്യം നാം ആലോചിക്കണം. ചൂതുകളെ കൊണ്ടും അതിൻ്റെ വിജയാഘോഷങ്ങളെ കൊണ്ടും ഒട്ടകങ്ങളറുത്ത് രക്തങ്ങൾ ഒഴുകുന്ന, അത്ര പുഴകളെപ്പോലെ ഒഴുകുന്ന മുറ്റങ്ങളായിരുന്നു അവിടുത്തെ മക്കയിലെ പ്രദേശങ്ങൾ. സഹോദരങ്ങൾ, എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്? നാം ആലോചിക്കണം. ഒരു അടിസ്ഥാനപരമായ ഒരു വിശ്വാസം, ആ വിശ്വാസത്തെയാണ് മനസ്സിലുണ്ടാക്കിയത്. ഒരു തിന്മയെ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ പരാജയപ്പെട്ടു പോകാത്ത മനസ്സ്, ഒരു നന്മയ്ക്ക് വേണ്ടി പരിശ്രമിക്കാൻ ഒരുങ്ങുമ്പോൾ ക്ഷീണിച്ചെന്ന് പറയാത്ത, അസംതൃപ്തി പഠിപ്പിക്കാത്ത, പിറകോട്ട് നിൽക്കാത്ത ഒരു ശക്തമായ ഒരു മനസ്സ്. ആ മനസ്സിന് വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. ആ വിശ്വാസത്തിന്റെ കരുത്ത് എന്താണ് സഹോദരങ്ങളെ? ഭൗതികമായ എല്ലാ മാനദണ്ഡങ്ങൾക്കപ്പുറത്തും മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റുന്ന പരമദയാലുവായ, അളവറ്റ കരുണാവാരിധിയായ, ഒരിക്കലും ജനിച്ചിട്ടില്ലാത്ത, മരണമില്ലാത്ത ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്. അതാണ് ഏറ്റവും അടിസ്ഥാനപരമായ അറിവ്. മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ശക്തി അതാണ്. നോക്കൂ നിങ്ങൾ, ഇവിടുത്തെ പ്രപഞ്ചത്തിലെ സർവ്വ കാര്യങ്ങളും കാരണങ്ങൾക്കുള്ളിലാണ്. ആ കാരണങ്ങളിലാണ് നമ്മുടെ പ്രതീക്ഷ. പക്ഷേ സഹോദരങ്ങളെ, ആ കാരണങ്ങളെ അതിജീവിക്കാൻ പറ്റുന്ന, ആ കാരണങ്ങളിൽ അപ്പുറത്ത് ഇടപെടാൻ പറ്റുന്ന ഒരുത്തനെ കുറിച്ചുള്ള വിചാരം മാത്രമേ സമ്പൂർണമായ നിർഭയത്വം മനുഷ്യന് നൽകുള്ളൂ. രാത്രി ഉറങ്ങാൻ കിടക്കുകയാണ്. എന്താണ് ആത്മധൈര്യം? വീടിന് ചുറ്റും വലിയ മതിലുകളുണ്ട്. മതിലിന് മുകളിൽ കുപ്പിച്ചില്ലുകൾ നാട്ടിവെച്ചിട്ടുണ്ട്. വലിയ ഗേറ്റ് ഉണ്ട്. ഗേറ്റിന് മുകളിൽ കൂർത്ത കമ്പികളുണ്ട്. ലോകത്തെ ഏറ്റവും ആളുകൾ അംഗീകരിച്ച, ഏറ്റവും ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന ഒരു നായയുണ്ട് വീട്ടുമുറ്റത്ത്. രാത്രി അതിനെ തുറന്നു വിട്ടിരിക്കുന്നു. അതേപോലെ തന്നെ നല്ല സാക്ഷികളുണ്ട്. ഏതിന്? വാതിലുകൾക്ക്. വീടിന്റെ ഉള്ളിലെ റൂമുകളിൽ നല്ല കരുത്തന്മാരായ ആൺമക്കൾ കിടന്നുറങ്ങുന്നുണ്ട്. ഇതൊക്കെയാണ് സഹോദരങ്ങളെ ഒരു മനുഷ്യന്റെ ഉറങ്ങാനുള്ള ധൈര്യം. ഈ ധൈര്യമൊക്കെ ചോർന്നു പോകാൻ എന്തേ ആവശ്യമുള്ളൂ? ഒരാൾ കുറച്ച് നേരത്തെ ഉള്ളിൽ കയറിയിരുന്ന പോലെ. വാതിലൊക്കെ തുറന്നിട്ട സമയത്ത്, നായയെ കെട്ടിയിട്ട സമയത്ത് ഒരാൾ ഉള്ളിൽ കയറിയ പോലെ ആ വിശാലമായ ബംഗ്ലാവിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരുത്തം കയറി നിന്നാൽ ആരാ അറിയാം സഹോദരങ്ങളെ? അറിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇതാണോ മനുഷ്യന്റെ ധൈര്യം? എന്നാൽ മനുഷ്യന്റെ ഏറ്റവും വലിയ ആത്മധൈര്യം എന്താണ്? എല്ലാ കാരണങ്ങൾക്കും അപ്പുറം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റുന്നത്. കുട്ടി ഉണ്ടാവില്ലെന്ന് ഡോക്ടർ പറഞ്ഞു, പക്ഷെ നമുക്കൊരു കുട്ടിയെ തരാൻ കഴിയുന്നവൻ, ആ കാരണങ്ങളെ അതിജീവിക്കാൻ പറ്റുന്നവൻ, രോഗം മാറില്ലെന്ന് ഡോക്ടർ പറഞ്ഞു, ആ സമയത്തും മാറ്റിത്തരാൻ പറ്റുമെന്ന് ഉറപ്പോടുകൂടെ ചോദിക്കുവാനും പ്രാർത്ഥിക്കുവാനും പറ്റുന്ന ഒരു രക്ഷകർത്താവ്. അതാണ് അല്ലാഹു.
അതുകൊണ്ട് ഭയങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോഴും എല്ലാ രാവിലെയും വൈകുന്നേരവും നമസ്കാരാനന്തരവും രാത്രി ഉറങ്ങുമ്പോഴും ഒക്കെ ചെല്ലാൻ പറഞ്ഞ 3 സൂറത്തുകളുണ്ടല്ലോ. സൂറത്തുൽ ഇഖ്ലാസ്, അതേപോലെ തന്നെ സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്. ആ സൂറത്തുൽ ഫലക്കാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത്. സഹോദരൻ, ആ സൂറത്തൻ പഠിക്കുന്നതോടുകൂടെ നാം നിർഭയരായ പിന്നെ സമാധാനം തന്നെയല്ലേ. ഒന്നിനെയും കുറിച്ച് പേടിക്കുക, അല്ലെങ്കിൽ മനുഷ്യന് സന്തോഷവും സമാധാനം തന്നെയല്ലേ. സഹോദരങ്ങളെ, എന്തെല്ലാം ആശങ്കകൾ നമ്മുടെ മനസ്സിലുണ്ടോ അതൊക്കെ ദൂരീകരിക്കാൻ ഖുർആന് പറ്റും, സമാധാനം തരാൻ പറ്റും. കുൽ, നബിയെ പറഞ്ഞു കൊടുക്ക്, കുൽ അഊദു ബിറബ്ബിൽ ഫലക്. ഞാൻ രക്ഷ ചോദിക്കുന്നത് ആരോടാണ് സഹോദരങ്ങളെ? മുന്നിൽ കാണുന്ന ഈ താൽക്കാലിക നിമിത്തങ്ങളോടാണോ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ജീവിച്ച് മരിച്ചുപോയ പുണ്യാത്മാക്കളോടാണോ? അവരെന്റെ വിളികളെ കേൾക്കുമെന്നോ ഉത്തരം തരുമെന്നോ എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റാത്ത, എനിക്കറിയാത്ത, യുഗാന്തരങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ അവർ എന്നെ സഹായിക്കുമെന്ന മൂഢമായ പ്രതീക്ഷയിലാണോ ഞാൻ ജീവിക്കുന്നത്? അല്ല. സുന്ദരമായ രാത്രിക്ക്, ഭീകരമായ രാത്രിക്ക് സുന്ദരമായ പ്രഭാതത്തെ ഒരുക്കിത്തന്ന, ഇരുട്ടിന്റെ ഭയാശങ്കകളെ, ഇരുട്ടിന്റെ ഭീകരതകളെ നീക്കി സുന്ദരമായ പുഞ്ചിരിയുടെ പ്രഭാതത്തെ കൊണ്ടുവന്ന നാഥൻ. കുൽ അഊദു ബിറബ്ബിൽ ഫലക്. പുലരിയുടെ രക്ഷിതാവിനോട്, പ്രഭാതത്തിന്റെ നാഥനോട് ഞാൻ ശരണം തേടുന്നു, ഞാൻ രക്ഷ ചോദിക്കുന്നു, എന്റെ സർവ്വ ഭയങ്ങളും നീക്കിത്തരാൻ ഞാൻ ആവശ്യപ്പെടുന്നു, ഞാൻ അഭ്യർത്ഥിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുക പ്രവാചകരെ. എന്തിൽ നിന്നെല്ലാം? കുൽ അഊദു ബിറബ്ബിൽ ഫലക് മിൻ ശർരി മാ ഖലക് മിൻ ശർരി മാ ഖലക്. സൃഷ്ടിച്ചതിന്റെ കെടുതികളിൽ നിന്നും. സഹോദരങ്ങളെ, എത്ര വിശാലമാണ് ആശയം. നിങ്ങളൊന്ന് പറഞ്ഞു തരൂ, ഈ ഭൂമിയിൽ നാം കാണുന്ന ഏതൊരു സൃഷ്ടിജാലമാണ്, ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആവട്ടെ, നമ്മളെ ഉപദ്രവിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റാത്തത് ഏതാണുള്ളത്? എല്ലാത്തിലും ഒരു സഹോദരങ്ങളെ, നമ്മുടെ മുറ്റത്തെ വാഹനം നമ്മുടെ കുടുംബത്തെ മുഴുവനും സമാപനമാകാൻ ആ ഒരു വാഹനം മതി. നമുക്കെന്നും പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് ഒരു ജീവിതം നശിപ്പിക്കാൻ അതുപോലെ സഹോദരങ്ങളെ. എന്തിന്? നാം കഴിക്കുന്ന ഭക്ഷണം അതൊന്ന് തൊണ്ടയിൽ കുടുങ്ങിയാൽ, ഒരു ചെറിയ മുള്ള്, നാം കഴിക്കുന്ന മത്സ്യത്തിന്റെ ഒരു മുള്ള് പോലെ സഹോദരങ്ങളെ, നമുക്കൊരു ദുരന്തം വിതക്കാൻ അത് മാത്രം പോലെ. എന്തിന്? നമ്മുടെ വീടിന്റെ പൈപ്പിന്റെ ചുവട്ടിൽ വെച്ച ഒരു ബക്കറ്റ് വെള്ളം പോരെ 2 വയസ്സുകാരനായ നമ്മുടെ വീട്ടിലെ ഒരു കുഞ്ഞിന്റെ ജീവിത സമാപനം കുറിക്കാൻ, എന്നും ജീവിതത്തിൽ ഒരു ദുരന്തത്തിന്റെ ഓർമ്മ തരാൻ ഒരു ബക്കറ്റ് വെള്ളം പോലെ സഹോദരങ്ങളെ. കുൽ അഊദു ബിറബ്ബിൽ ഫലക് മിൻ ശർരി മാ ഖലക്. സൃഷ്ടിച്ചതിന്റെ കെടുതികളിൽ നിന്നും ഞാൻ അവനോട് രക്ഷ തേടുന്നു. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. രാത്രി ഇരുട്ടി വരുമ്പോൾ അതിന്റെ കെടുതിയിൽ നിന്നും. മനുഷ്യന്റെ ഭയത്തിന്റെ വലിയൊരു മേഖല നിനക്ക് രാത്രിയോട് ബന്ധപ്പെട്ടാണ്. രാത്രിയുടെ ഇഴജന്തുക്കളെ കുറിച്ച്, രാത്രിയിൽ വരാവുന്ന കള്ളന്മാരെ കുറിച്ച്, രാത്രിയിൽ സംഭവിക്കാവുന്ന ശാന്തമായ മരണത്തെക്കുറിച്ച് എന്തൊക്കെ പേടിയുണ്ട്. അതുകൊണ്ട് ആ രാത്രിക്കു കാവലായ, ഇരുട്ടുകൾ മറയാവാത്ത, ഉറക്കമില്ലാത്ത, മയക്കമില്ലാത്ത നാഥ, രാത്രിയുടെ കെടുതികളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കും. അതിങ്ങനെ ഇരുട്ടി വരും തോറും പേടി വർദ്ധിച്ചു വരും. ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് വമിൻ ശർരി മാ ഖലക് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ്. കെട്ടുകളിൽ മന്ത്രിച്ചുന്ന കെടുതിയിൽ നിന്നും. മാട്ടും മാരണങ്ങളും ചെയ്യുന്നവർ, മന്ത്രവാദികൾ, അവർക്കൊക്കെ പിശാചുക്കളെ ഉപയോഗിച്ച് ചില ഉപദ്രവങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയേക്കും. അത്തരം ഉപദ്രവങ്ങളെ കുറിച്ച് ഭീകരമായ മാനസികാവസ്ഥയിൽ ജീവിതം കഴിച്ചു കൂട്ടുന്ന എത്ര ആളുകളുണ്ട്. പ്രതികൂലമായി വരുന്ന എല്ലാ കാര്യങ്ങളും അതുകൊണ്ടാണെന്ന് വിചാരിച്ച് ആശങ്കപ്പെടുന്ന ആളുകളുണ്ട്. അതിനെ പ്രതിക്രിയ ചെയ്യുവാനും, മഹാപാപമായ മരണം അതിന് പകരമായി ചെയ്യുവാനും, അങ്ങനെ ശാശ്വതമായ ഇഹലോകവും പരലോകവും നഷ്ടപ്പെടുത്തുന്ന മഹാപാപങ്ങൾ ചെയ്യുന്ന ആളുകൾ എത്രയുണ്ട് സഹോദരങ്ങളെ. പക്ഷേ വിശുദ്ധ ഖുർആൻ പറയുന്നു, ആ കെട്ടുകൾ മന്ത്രിച്ചുന്ന മരണക്കാരിൽ നിന്ന് രക്ഷ തേടാൻ സഹോദരങ്ങളെ, ഈ പ്രപഞ്ചനാഥൻ അവൻ അറിയാതെ, അവന്റെ സമ്മതമില്ലാതെ, അവന്റെ അറിവിൽപ്പെടാതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല. എല്ലാറ്റിന്റെയും കുടുമ പിടിച്ചവനാണ് അവൻ. ഈ പ്രപഞ്ചത്തിലെ സർവ്വ ചരാചരങ്ങളുടെയും നിയന്ത്രണം അൽ ഖയ്യൂം അവന്റെ കൈകളിലാണ്. എന്താ പേടിക്കാനുള്ളത്? വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയ വെക്കുന്നവന്റെ അസൂയയിൽ നിന്നും. ഞാൻ പറഞ്ഞല്ലോ, വിശുദ്ധ ഖുർആൻ പഠിച്ചാൽ മതി, മനസ്സമാധാനം, സന്തോഷപ്പെട്ടു. സഹോദരങ്ങളെ, എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നതും പഠിക്കുന്നതും വായിക്കുന്നത്? നമുക്ക് എത്ര സമയമുണ്ട്? നമ്മുടെ വീട്ടിലെ സഹോദരിമാർക്ക് രാവിലെ ഭർത്താവും കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എത്ര വിശാലമായ സമയം വെറുതെ ആലോചിച്ചിരുന്ന് മാനസിക രോഗികളാവുകയാണ് നമ്മുടെ സഹോദരിമാർ. മുറ്റത്തുള്ള ചെടിക്കൊന്ന് നനച്ചു കഴിഞ്ഞാൽ, വീടൊന്ന് അടിച്ച് തുടച്ചു കഴിഞ്ഞാൽ പിന്നെ ഏകാന്തമായിരുന്ന് ആലോചിക്കുക.
ഒരിക്കലും വരിക പോലും ചെയ്യാത്ത പ്രശ്നങ്ങൾ 10 കൊല്ലം കഴിഞ്ഞിട്ട് വരാനിരിക്കുന്ന ഒരു വിഷമത്തെക്കുറിച്ച് ഇപ്പൊ ചിന്തിക്കുകയാണ്. 10 കൊല്ലം കഴിഞ്ഞാൽ ആ വിഷമം വരാൻ തന്നെ ഉണ്ടാവില്ല. ഇതുപോലെ ഒരു പെൺകുട്ടി ജനിച്ചു, മനസ്സിലായി, ഒരു 18 കൊല്ലം അവൾക്ക് എങ്ങനെ അവളുടെ ഭാവി ആവുമെന്ന് ആലോചിച്ചിരിക്കുകയാണ് ഉമ്മയും വാപ്പയും. എന്നാൽ ഒരു 10 18 വയസ്സാകുമ്പോൾ ഒരു ബുധനാഴ്ച ഒരാൾ വന്നു, നിങ്ങൾക്ക് മകളെ കെട്ടിക്കുമെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു, ഒന്നും വേണ്ട, കൊണ്ടുപോകാം. 3 ദിവസം കൊണ്ട് കല്യാണം ഉറപ്പിച്ചു, നിക്കാഹ് കഴിഞ്ഞു. 3 ദിവസം കൊണ്ട് തീരാവുന്ന ഒരു സംഗതിക്ക് വേണ്ടിയാണ് 18 കൊല്ലം വിഷമിച്ചിരുന്നത്. മനുഷ്യന്റെ പ്രശ്നം അതാണ്. ഒന്നും ആലോചിക്കാനല്ല, വെറുതെ ആലോചിക്കാൻ അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ. മിക്കവാറും ആളുകൾ മാനസിക രോഗികളാണ് സഹോദരങ്ങളെ. ഡോക്ടർമാർ എന്ത് രോഗത്തിന് വേണ്ടി ചെന്നാലും എല്ലാ ചോദ്യങ്ങൾക്കും അവസാനം ചോദിക്കുന്ന ചോദ്യം എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്നാണ്. ഇത് ചോദിക്കാത്ത ഡോക്ടർമാരില്ല. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് മനുഷ്യൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ പഠിക്കാം. നമുക്ക് വിശുദ്ധ ഖുർആൻ പഠിച്ചൂടെ? വെറുതെ ടെൻഷൻ, വെറുതെ ഇല്ലാത്തത് ആലോചിച്ച് മനസ്സിനെ വേദനിപ്പിക്കണോ? വിശുദ്ധ ഖുർആന്റെ പരിഭാഷകൾ, അമാനിമോലിന്റെ പരിഭാഷ 4 ഭാഗങ്ങളിൽ അറബിയിൽ രചിക്കപ്പെട്ട മുഴുവൻ പരിഭാഷകളുടെയും സംക്ഷിപ്തമായി അതിന്റെ എല്ലാറ്റിനും ഒരു സത്ത അദ്ദേഹം നമുക്ക് പകർന്നു നൽകിയിരിക്കും. ഇഷ്ടം പോലെ സീഡികൾ, കാസറ്റുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. സഹോദരങ്ങളെ പ്രഭാഷണങ്ങൾ, വൈകുന്നേരങ്ങളിൽ പ്രഭാഷണങ്ങളാണ് എല്ലാ സ്ഥലങ്ങളിലും. നമ്മുടെ കുടുംബസമേതം പോയി കേൾക്കണം. നമ്മുടെ ജീവിതത്തിന് വെളിച്ചമാവാൻ പറ്റുന്ന ഈ അവസരങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരും ഉപയോഗപ്പെടുത്തണം. അപ്പൊ മനസ്സമാധാനം കിട്ടും. ഖുർആന്റെ പഠനം അതാണ് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം. അതിന് വലിയ ആശ്വാസവും സമാധാനവും നൽകാൻ നമുക്ക് പറ്റും. ഞാൻ എന്നും ആലോചിക്കുന്ന ഒരു സംഭവം, അതായത് ഒരു സഹോദരി, ഭർത്താവ് മരിച്ചു, ഇനി എന്ത് എന്ന് ഉത്തരം കിട്ടാതെ തന്റെ ദീക്ഷാ കാലഘട്ടം ഇത്ത സമയമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലങ്ങനെ ഇരിക്കുകയാണ്, പുറത്തിറങ്ങാതെ ഇരിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്തു വരൂ, കുറച്ച് സമയത്ത് ആരോ ഒരു വീട്ടിൽ പരിസരത്തുള്ള ഒരാൾ, ഇതാ ഇന്ന് നമ്മുടെ വീടുകളിലേക്ക് ആളുകൾ വരുന്ന പോലെ തന്നെ ചെന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ ഒരു ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട്, നിങ്ങളൊന്ന് വരൂ എന്നൊരു സഹോദരി വിളിച്ചു. ഏതായിരുന്നു, ഞാൻ എവിടെയും പുറത്തു പോകാറെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എങ്കിലൊന്ന് പോയി നോക്കാം. വെറുതെ പോയി. ഒരു അരമണിക്കൂർ നേരത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ പ്രതികരിച്ചെന്താ വെച്ചാൽ, ഈ മരണത്തിന് ശേഷം ഒരു 5-6 മാസമായിട്ട് മനസ്സിലേക്ക് ഒരു സന്തോഷവും കടന്നു വന്നിട്ടില്ല. ഇന്ന് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു, വല്ല ക്ലാസ് ഉണ്ടെങ്കിൽ പറയണമെന്ന്. സഹോദരൻ, അതൊരു വല്ലാത്ത നിമിഷമാണത്. കാരണം ഭൗതികമായ ജീവിതത്തിന്റെ ഭാരങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് നമ്മുടെ മനസ്സ് തൽക്കാലം ആത്മീയമായ വിചാരങ്ങളിലേക്കും ചിന്തയിലേക്കും സ്വർഗത്തിലേക്കും പരലോകത്തിലേക്കും ലക്ഷ്യബോധത്തിലേക്കും നീങ്ങുമ്പോൾ മനസ്സിനൊരു വിശ്രമം കിട്ടുകയാണ്. അതുകൊണ്ടാണ് ഖുർആനെ പറ്റി പറഞ്ഞത്, യാ അയ്യുഹന്നാസു ഖദ് ജാഅതുകും മൗഇലത്തും മിൻ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. ഏ ജനങ്ങളെ, നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു എന്ത്? നിങ്ങളുടെ മനസ്സുകൾക്കുള്ള ശമനം, ഷിഫ, മരുന്നിതാ വന്നിരിക്കുന്നു. ഹൃദയങ്ങളിലുള്ള എല്ലാ വേദനകൾക്കും പരിഹാരമാകാൻ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആന് പറ്റുന്നതാണ് ഖുർആൻ നമുക്ക് അറിയിച്ചു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ആ പഠനങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. ഇന്ന് വിശാലമായി നമ്മുടെ നാട്ടും പരിസരത്തുള്ള എല്ലാ ആളുകളും ഒരുമിച്ച് കൂടുതൽ പരിപാടിയാണ് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള മുജാഹിദ് ബാലുശ്ശേരിയും അതേപോലെ തന്നെ ഹുസൈൻ സൽഫിയൊക്കെ പങ്കെടുക്കുന്ന അതിവിശാലമായിട്ടുള്ള ഒരു പരിപാടി ചെറുപാടി വെച്ച് ഞാൻ പറഞ്ഞ ഇത്തരം പരിപാടികൾ സഹോദരങ്ങളെ ജീവിതത്തിന്റെ മാറ്റം ഇനി മുതൽ ഖുർആനുമായുള്ള ഒരു ബന്ധമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമായി നമുക്ക് ഒരുപക്ഷെ ജീവിതത്തെ മാറ്റിപ്പണിയാൻ നല്ലൊരു അവസരമായിട്ട് നമുക്കിത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് അറിയാത്ത ആളുകളെ ഒരുപക്ഷെ പുറത്തൊരു പോസ്റ്റർ കാണും, അത് കാണും, നേരിട്ട് വിളിക്കാം എന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ്. ഒരുപക്ഷെ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവായിരിക്കും ഈ വിളി എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കാം. അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിയായ അറിവും വിശ്വാസവും നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ജീവിത മാറ്റങ്ങൾ നമുക്കുണ്ടാവും. നോക്കൂ നിങ്ങൾ, ഒരു വിശാലമായ ഒരു പരിശോധന, എല്ലാം ഇസ്ലാമികമായ ഒരു നിയമ സംഹിതയിലേക്ക് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിലൂടെ 23 കൊല്ല കാലഘട്ടം കാണിച്ചു തന്ന ആ ജീവിതത്തിന്റെ സമ്പൂർണ്ണാവസ്ഥ നമ്മുടെ കുടുംബ ജീവിതത്തിൽ, ദാമ്പത്യത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, വ്യവഹാരങ്ങളിൽ, ജോലിയിൽ, യാത്രയിൽ, ഉറക്കത്തിൽ, ഉണർച്ചയിൽ, ഭക്ഷണ വേളകളിൽ, യാത്രാവേളകളിൽ, എല്ലാ സമയത്തുമുള്ള ആ സമ്പൂർണമായ നിയമങ്ങൾ തിരിച്ചു വന്നാൽ സഹോദരങ്ങൾ എന്തൊരു സമാധാനം ഉണ്ടാവുന്നത്. ഈ നാളുകൾ ദീനിന്റെ മതത്തിന്റെ ആളുകളാണെന്ന് പറയുന്നവരിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ കാണുമ്പോൾ മതത്തെക്കുറിച്ചും ആളുകൾ നിരാശരാവുകയാണ്. മതപണ്ഡിതന്മാരിൽ നിന്ന്, മതപുരോഹിതന്മാരിൽ നിന്ന്, ആളുകളിൽ നിന്ന് സഹോദരങ്ങളെ ധാർമ്മികതയുടെ ഒരു ചെറിയ നിഴൽ പോലും ഇല്ലാത്ത പ്രവർത്തനങ്ങൾ, ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ പത്രങ്ങളിലും ടിവികളിലും കണ്ടുകൊണ്ടിരിക്കുക. ആളുകൾ നിരാശപ്പെടും. ഇതാണോ മതം? ഇതാണോ വിശ്വാസം? ഇതാണോ ദീൻ എന്ന് ആളുകൾ ചോദിക്കണം. അവിടെയാണ് സഹോദരങ്ങളെ ഒരു സമ്പൂർണമായ പ്രയോഗവൽക്കരണം, ദീനിന്റെ പ്രായോഗികമായ ഒരു കാഴ്ചപ്പാട്, യഥാർത്ഥത്തിൽ മതം ഉൾക്കൊള്ളുന്ന ശരിയായ വിശ്വാസവും ശരിയായ കർമ്മരീതിയും ഉൾക്കൊള്ളുന്ന ഒരാൾ ആരായിരിക്കുമെന്ന് ഈ സമൂഹത്തിന് കാണിച്ചു കൊടുക്കാണ് സുന്ദരമായ ഒരു അവസരം. വിശ്വാസരംഗങ്ങളിൽ, ആചാരങ്ങളിൽ ഒക്കെ ഇസ്ലാമിനെ സഹോദരങ്ങളെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ വലിയ സന്തോഷവും വലിയ സമാധാനവും ഇവിടെ ഉണ്ടാകുമെന്നാണ്. കാരണം ആത്മീയമായ ചൂഷണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
ആത്മീയ ചൂഷണങ്ങൾ. ഈ ആത്മീയ ചൂഷണങ്ങൾക്കുള്ള പരിഹാരം എന്താണ്? ശരിയായ വിശ്വാസമാണ്. കാരണം അഭൗതികമായി മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെടാൻ പ്രപഞ്ച സൃഷ്ടാവിനെ പറ്റും. അതുപോലെ ഒരു പുണ്യാത്മാവിനും, ഒരു മനുഷ്യ ദൈവത്തിനും, ഒരു മഹാത്മാവിനും, ഒരു ഔലിയക്കും, ഒരു രക്തസാക്ഷിക്കും ആർക്കും പറ്റൂല. അവർക്കാർക്കും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റൂല? അഭൗതികമായി കാരണങ്ങൾക്കുള്ളിൽ നിന്നല്ലാതെ അവർക്ക് നമ്മളുമായി ഉപദ്രവിക്കാനോ ഉപകാരം ചെയ്യാനോ പറ്റും. ഇതിന്റെ പേടി നിർഭയനല്ലേ സഹോദരങ്ങളെ മനുഷ്യൻ? ആ വിശ്വാസം മനസ്സിലേക്ക് വരണം. ഇസ്ലാം എത്ര സുന്ദരമാണ് ഇസ്ലാമിലെ കാര്യം. കാരണം ഏറ്റവും ഉന്നതനായ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ എത്ര സ്നേഹിക്കുന്നു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഹമ്മദ് നബിയെ കാക്കണേന്ന് ഒരാൾ പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്ത് വിളിക്കാൻ അല്ലാഹു മാത്രം. എന്തൊരു നിർഭയത്തുണ്ടാവും. മുഹമ്മദ് നബിയുടെ പേര് നേർച്ചപ്പെട്ട് എഴുതിയ ഒരു പെട്ടി കൊണ്ടുപോയി ഒരാൾ പണമിട്ട് ആ പ്രവാചകന്റെ പേരിൽ പണം നേർച്ചയാക്കിയതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും അഭൗതികമായ രക്ഷയോ അല്ലെങ്കിൽ ദോഷങ്ങളോ തടുക്കപ്പെടുന്ന വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കൂ. ഞാൻ എൻ്റെ ആ ചുണ്ടുകളെ കൊണ്ട് റബ്ബെ എന്നല്ല വിളിച്ചിട്ടില്ല. ഇബ്രാഹിം നബിയെ കാക്കണേന്ന് പറഞ്ഞിട്ടില്ല. ഇസ്മായിൽ നബിയെ കാക്കണേന്ന് പറഞ്ഞിട്ടില്ല. അവരിൽ മറ്റൊന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ ലോകത്തോട് പ്രഖ്യാപിച്ചത്. വിശ്വാസം ശരിയായി കഴിഞ്ഞാൽ സമാധാനം കിട്ടും. എന്തൊരു സമാധാനം കിട്ടും? ആ വിശ്വാസം ജീവിതത്തിലേക്ക് പറ്റിയ സഹോദരങ്ങളെ, രാത്രി ഉറങ്ങുന്ന സമയത്ത് ഈ പ്രാർത്ഥനകളൊക്കെ ദിക്റുകളൊക്കെ ചൊല്ലിക്കിടക്കുമ്പോൾ അള്ളാഹു എനിക്കൊരു കാവലേർപ്പെടുത്തിയിരിക്കുന്നു എന്ന സമാധാനത്തോടെ കിടന്നാൽ നിർഭയത്തോടെ ജീവിക്കാം. നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ അള്ളാഹുവിനൊരു തീരുമാനമുണ്ടാകും. നമ്മുടെ കച്ചവടത്തിൽ അള്ളാഹുവിനൊരു തീരുമാനമുണ്ടാകും. സമാധാനത്തിന് പ്രതീക്ഷ മുന്നോട്ട് പോകാൻ പറ്റും. എല്ലാ കർമ്മകാര്യങ്ങളിലും നോക്കൂ. നിങ്ങൾ ആരാധനകൾ എന്തിനാണ്? ആരാധനകൾ മനുഷ്യന്റെ മനസ്സമാധാനത്തിന് വേണ്ടിയാണ് ആരാധനകൾ. സംശയിക്കേണ്ട സഹോദരങ്ങളെ. നമസ്കരിക്കുന്ന ഒരാൾ അനുഭവിക്കുന്ന ആത്മനിർവൃതി സഹോദരങ്ങളെ വാക്കുകളെ കൊണ്ട് പറയാൻ പറ്റില്ല. ജീവിതത്തിന്റെ ഏതു തിരക്കിലും ഏതു പ്രതിസന്ധിയിലും ലോകനായകന്മാരും ഏറ്റവും വലിയ തിരക്ക് പിടിച്ച ഡോക്ടർമാരും എല്ലാവരും നല്ല തണുത്ത വെള്ളത്തിലൊന്ന് മുഖവും കൈയൊക്കെ കഴുകി ഒളിവെടുത്ത് വന്ന് ആത്മാർത്ഥമായി മനസ്സ് തുറന്ന് ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ആത്മബോധത്തോടു കൂടെ തന്റെ കഴിഞ്ഞ കാലത്തെ പാപങ്ങളൊക്കെ പൊറുക്കാൻ ഏറ്റുപറഞ്ഞ് അവനെ സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ച് അവന്റെ മഹത്വങ്ങളെ വാഴ്ത്തി സഹോദരങ്ങളെ അവൻ പഠിപ്പിച്ചു തന്ന വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ പാരായണം ചെയ്ത് അവനൊരു ആത്മസമർപ്പണം നടത്തുമ്പോൾ അവന്റെ മുമ്പിൽ സാഷ്ടാംഗത്തിൽ കിടക്കുമ്പോൾ മനുഷ്യന് കിട്ടുന്ന ഒരു ആത്മനിർവൃതി. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയ ശിഷ്യനോട് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അരിഹ്നാ ബിഹാ യാ ബിലാൽ. ബിലാലെ, നമുക്കൊരു ആശ്വാസം, യാത്രാവേളയിലാണ് ഒരു സമാധാനം കിട്ടട്ടെ. ആ സമാധാനം 5 നേരം രാവിലെ ഉണരുന്നത് തന്നെ ആ നമസ്കാരത്തിലേക്ക്. ഉച്ച സമയത്ത് വിശ്രമവേള വീണ്ടും ഒരു നമസ്കാരം. വൈകുന്നേരം നമ്മുടെ ജോലികൾ തീരുമ്പോൾ വീണ്ടും ഒരു നമസ്കാരം. സൂര്യൻ അസ്തമിക്കുന്ന ആ അസ്തമയത്തിനു ശേഷം ഒരു നമസ്കാരം. അത് കഴിഞ്ഞ് രാത്രി ഉറങ്ങുന്നത് ഒരു നമസ്കാരത്തോടു കൂടെ. ആരാധനകൾ, ഒരു നോമ്പ്, ഒരു മാസത്തെ നോമ്പ് നമ്മുടെ മനസ്സിന് നൽകിയ ആത്മനിർവൃതി സഹോദരങ്ങളെ ഒരു നോമ്പുകാരന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എല്ലാം ഭയങ്കര സന്തോഷവും. നമ്മുടെ സ്വത്തിൽ നിന്നൊരു കൃത്യമായ ഒരു വിഹിതം നിർബന്ധ ദാനമായി സക്കാത്തായിട്ട് നൽകുമ്പോൾ അത് കൊടുക്കുന്ന ഒരു സമയത്ത് നമ്മുടെ മനസ്സിന് കിട്ടുന്ന ആത്മശുദ്ധി, മനസ്സമാധാനം, മറ്റുള്ളവർ പ്രയാസപ്പെടുമ്പോൾ നമ്മുടെ സ്വത്ത് നമ്മൾ അനുഭവിക്കുമ്പോൾ ഒരു പ്രയാസമില്ലേ സഹോദരങ്ങളെ? അപ്പുറത്തൊരാളിങ്ങനെ ഇരിക്കുമ്പോൾ ട്രെയിനിൽ ഇപ്പുറത്ത് വെച്ച് നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ചെറിയൊരു മനപ്രയാസമില്ലേ നമുക്ക്? ഈ ലോകത്ത്, അസന്തുലിതത്തിന്റെ ഈ ലോകത്ത് മറ്റുള്ളവർക്ക് നമ്മുടെ വിഹിതം ഞാൻ കൊടുത്തു എന്ന ആത്മസംതൃപ്തി ചെറുതല്ല. എല്ലാം ആരാധനകൾ സഹോദരങ്ങൾ. സാമൂഹിക നിയമങ്ങൾ, ദാമ്പത്യ നിയമങ്ങൾ, അതൊക്കെ എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കും? ഒന്നും വേണ്ട. നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാമികമായ വിവാഹം തിരിച്ചു വന്നാൽ മതി. വിവാഹം തിരിച്ചു വന്നാൽ മതി. സ്ത്രീധനം അനിസ്ലാമികം വാങ്ങരുത്, പ്രോത്സാഹിപ്പിക്കരുത്. നമ്മൾ എത്രയോ കാലങ്ങളായി മുജാഹിദ് പ്രസ്ഥാനം പറയാൻ തുടങ്ങിയ ആളുകൾക്ക് പലപ്പോഴും ചോദിക്കും, ജനങ്ങളെ എപ്പോഴും വെറുപ്പിക്കുന്ന ഈ തീവ്രമായ നിലപാടുകൾ എന്തിനാണ് നിങ്ങൾ സ്വീകരിക്കുന്ന ആൾക്ക് നമ്മൾ ചോദിക്കും. സഹോദരങ്ങൾ, ഇസ്ലാമിക വിവാഹം തിരിച്ചു കൊണ്ടുവരാൻ ഇവിടെ ഒരു വിഭാഗീയതയുടെ പ്രശ്നമല്ല. എല്ലാ സംഘടനക്കാരും വിചാരിച്ചാൽ നമ്മുടെ നാട് രക്ഷപ്പെട്ടു പോകും. എത്ര മാതാപിതാക്കളുടെ മനോവേദനകൾ അവസാനിക്കും. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ജുമാ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ഓരോ കടലാസുമായിട്ട് വരുന്ന വിധവകളായ സ്ത്രീകൾ, വയസ്സായ ആളുകൾ, മകളെ കെട്ടിക്കാൻ. സഹോദരങ്ങളെ, എന്തിനാണ് പണം? ഒരു വിവാഹത്തിന് എന്തിനാണ് പണം? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ആവശ്യപ്പെടുന്നത് ആ വധുവോ വധുവിന്റെ പിതാവോ യാതൊന്നും അറിയേണ്ടതില്ല കല്യാണത്തിന്. ഒരു സദ്യ കൊടുക്കേണ്ടത് ആരാണ്? പുരുഷൻ മാത്രം. സ്ത്രീകൾ സദ്യ കൊടുക്കുന്നത് നമ്മൾ എതിർക്കാത്ത ഒരു ഭക്ഷണമല്ലേ എന്ന് വിചാരിച്ച് മാത്രമാണ്. യഥാർത്ഥത്തിൽ പുരുഷന്റെ വീട്ടിലേക്ക് കൊടുക്കണം. ഔലിം വലോ ബിഷ,
എന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന റളിയല്ലാഹു അൻഹുവിനോടാണ് പറഞ്ഞത്. പുരുഷനോടാണ് പറഞ്ഞത്. അവിടെ സ്ത്രീ കൊടുക്കേണ്ടതില്ല, അങ്ങനെ ആവശ്യപ്പെടുന്നില്ല. നോക്കൂ നിങ്ങൾ, നമ്മുടെ സ്ത്രീ വീട്ടുകളിൽ ഒരു കല്യാണം ഒഴിവായാൽ, ഒരു കല്യാണം നമ്മുടെ നടന്ന് ഒഴിവായ സഹോദരങ്ങളെ 40 ലക്ഷമാണ് ഒഴിവായി പോകുന്നത്. ഒരു മാറ്റം. ഇനി അതൊക്കെ പോകട്ടെ, ഞാൻ ചിന്തിക്കും, ഈ ഭക്ഷണം വിവാഹ സമയത്ത് ഭക്ഷണം കൊടുക്കുന്ന ഒരു സുന്നത്താണല്ലോ, അപ്പൊ പ്രതിഫലം ഉണ്ടാവില്ല. പ്രവാചക മാതൃക ഒരു പ്രതിഫലം ഉണ്ടാവും. എന്നാൽ സഹോദരങ്ങൾ ചിന്തിച്ച് നോക്കുന്ന ആ സുന്നത്ത് എത്ര പേർക്ക് കിട്ടും? നിക്കാഹ് നടക്കുന്നത് വൈകുന്നേരം 3 മണിക്ക്, വിവാഹത്തിന്റെ സദ്യ വിളമ്പാൻ തുടങ്ങുന്നത് രാവിലെ 11 മണിക്ക്. എന്താ സഹോദരൻ, ഒരു 10 മണിക്ക്, ഒരു 10:30 മണിക്ക് ആ നിക്കാഹൻ കഴിച്ചിട്ട് ആ വിവാഹാനന്തരം കൊടുത്തൂടെ വിവാഹ സദ്യ? വിവാഹത്തിന് മുമ്പ് നടക്കുന്നതിന് എങ്ങനെ വിവാഹ സദ്യ നമ്മൾ പറയും? ഒരു മാറ്റം മാത്രമല്ല, ഈ വിവാഹത്തോടനുബന്ധിച്ച് വാങ്ങുന്ന പണവും കാറും പണ്ടവും എല്ലാം സഹോദരങ്ങളെ ഒരു ജീവിതത്തെയാണ് നശിപ്പിച്ചത്. ഒരു യുവാവിനെ നശിപ്പിച്ചു കളയുകയാണ്. കാരണം ഒരു മെഡിസിൻ കഴിയുമ്പോഴേക്കും, ഒരു എഞ്ചിനീയറിന് കഴിയുമ്പോൾ, ഒരു പ്രൊഫഷണലായി വരുന്ന ഒരു പയ്യനെ വില കൊടുത്ത് വാങ്ങാണ് പെൺവീട്ടുകാർ, ബ്രോക്കർമാരെ അയച്ചിട്ട്. പുതിയ കാറിന്റെ ചാവിയും അതേപോലെ തന്നെ 200 പവന്റെയും 400 പവന്റെയും ഗോൾഡും കൊടുത്ത് വാങ്ങാണ് സഹോദരങ്ങളെ. ഭാര്യ വീട്ടുകാരിൽ നിന്നും വാങ്ങുന്ന പണത്തിന് അടിമയാവുകയാണ് അവൻ. പിന്നീട് അവന്റെ അടുത്ത PG ഏതാണെന്ന് അവർ തീരുമാനിക്കും. അവൻ എവിടെ പ്രാക്ടീസ് ചെയ്യണമെന്ന് തീരുമാനിക്കും. അവനെവിടെ താമസിക്കണമെന്ന് ഭാര്യ വീട്ടുകാർ താമസിക്കും. അവന്റെ കാർ ഷെഡിലെ കാർ എടുക്കണമെങ്കിൽ ഭാര്യ വീട്ടിലേക്ക് വിളിക്കണം. അവന്റെ കുട്ടി ഏത് നഴ്സറിയിൽ ചേർക്കണമെന്ന് അവർ തീരുമാനിക്കും. വിശുദ്ധ ഖുർആൻ എത്ര അർത്ഥവത്താണ് അതിന്റെ പ്രയോഗങ്ങൾ. അർറിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫളലല്ലാഹു ബഅ്ലുഹും അലാ ബഅ്ൽ. പുരുഷന് ഒരു നിയന്ത്രണാധികാരം കൊടുത്തിട്ടുണ്ട് ഇസ്ലാം. സഹോദരങ്ങളെ, ഭാര്യയെ അടിച്ചമർത്താനല്ല, അവളെ നേരെ നോക്കിക്കൊണ്ടടക്കാൻ. ഒരു വാപ്പയുടെ കൈ പിടിച്ചു പോകുന്ന ഒരു കുഞ്ഞിനെ പോലെ പൂർണ്ണ സുരക്ഷിതവും സന്തോഷവുമുള്ള ഒരു സമാധാനവുമുള്ള ഒരു രക്ഷിതാവായി മാറാൻ, വാപ്പന്റെ കൈകളിൽ നിന്ന് ഏറ്റെടുത്തിട്ട് ആ രക്ഷകത്വം ഏറ്റെടുക്കാൻ. വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, സ്വത്ത് ചെലവഴിച്ചിട്ടാണ് അവളെ നമ്മൾ പോറ്റേണ്ടത്. നമ്മളെ പണമാണ് ചെലവഴിക്കേണ്ടത്. കല്യാണം കഴിക്കുന്ന അന്നും നാമാണ് അവൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടത്. സഹോദരങ്ങൾ, ഇസ്ലാമിന്റെ സുന്ദരമായ വിവാഹം തിരിച്ചു വന്നാൽ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീധനത്തിന്റെ ഭാരം ഒഴിവായി, നമ്മുടെ പുരുഷന്മാർ സ്വതന്ത്രരായി സന്തോഷവും സമാധാനമുള്ള ഒരു ജീവിതം തിരിച്ചു വരും എല്ലാ രംഗത്തും. സഹോദരൻ നോക്കൂ, നിങ്ങൾ മരിക്കാൻ പറ്റില്ലെന്ന് നാട്ടില് മരിച്ച കുടുങ്ങി. എന്താ 40,000 50,000 അതാ ചെ. ഇസ്ലാമാണെങ്കിലോ ഏറ്റവും ലളിത മനോഹരമായ ഒരു മാർഗമാണ് മരണാനന്തര. എന്ത് ആ കുളിപ്പിക്കാൻ വെള്ളം ചൂടാക്കണ്ട ഇസ്ലാം, ഒരു വിറകുള്ളതിന് വേണ്ട. നോക്കൂ നിങ്ങൾ, സുന്ദരമായ ആ ശരീരത്തിൽ മറവ് ചെയ്യുമ്പോൾ ഏറ്റവും മുന്തിയ വസ്ത്രമാണോ? എല്ലാവർക്കും ഒരേ വസ്ത്രമാണ്. മുതലാളി മരിച്ചാൽ സാധാരണ കടയിൽ പോയി ചോദിച്ചാൽ ഒരേ വസ്ത്രമാണ് നമുക്ക് എല്ലാവർക്കും കിട്ടുക. ലളിതമാണത്. ഇനിയോ അതിന്റെ ചടങ്ങുകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യണത് കുളിപ്പിക്കേണ്ടത് അടുത്ത ബന്ധുക്കൾ, നിസ്കരിക്കേണ്ടത് ഏറ്റവും ഇസ്ലാമിനെ കുറിച്ചും ദീനിനെ കുറിച്ചും വിവരമുള്ള ആളുകളാണ് നിസ്കരിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ അതിന്റെ അടുത്ത ഓരോ ഘട്ടങ്ങളും നമ്മൾ പരിശോധിച്ചാൽ അറിയാൻ പറ്റും. മറവ് ചെയ്യുന്നത് മണ്ണിൽ, എന്തിനും ചെലവുണ്ട്. ഒരു കുഴി, അത് പൊതുസ്ഥലത്താ വേണ്ട, സ്വന്തം പറമ്പിലാവരുത്. അതൊരു ശല്യമാവും ഏതാ കാലത്തും. ഓരോരുത്തരുടെ വീട്ടിൽ ഓരോ ഖബറുണ്ടായാൽ തലമുറകൾക്ക് അത് ഭാരമാകും. ഒരു പൊതുസ്ഥലത്താവട്ടെ. അതാണ് മുസ്ലിം പാരമ്പര്യം. അതാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എല്ലാം ആശ്വാസം മനുഷ്യന്, ഒരു പ്രയാസമില്ല. മനുഷ്യന്റെ എല്ലാ ചങ്ങലക്കെട്ടുകളെയും പ്രയാസങ്ങളെയും എടുത്തൊഴിവാക്കുകയായിരുന്നു 23 കൊല്ലം കൊണ്ട്. ആളുകൾ സ്വീകരിച്ച അന്ധവിശ്വാസങ്ങളെ, അനാചാരങ്ങളെ നിരാകരിച്ച് വെളിച്ചത്തിന്റെ സുന്ദരമായ ഒരു മാർഗവീതി അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് കാണിച്ചു എല്ലാ രംഗത്തും. സഹോദരൻ, നമ്മുടെ മക്കളെ ഒരു ജീവിത വഴിയിലേക്ക് കൊണ്ടുവരാൻ എന്താണ് മാർഗം? ലക്ഷങ്ങൾ സ്വാശ്രയ കോളേജുകളിൽ നിക്ഷേപിച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് നല്ല ഭാവി കിട്ടും. എഞ്ചിനീയറിംഗ് കോളേജിന്റെയും പിന്നെ അതേപോലെ തന്നെ മെഡിക്കൽ കോളേജുകളുടെയും ക്യാമ്പസുകളിൽ റൂമുകളിൽ സഹോദരങ്ങളെ മദ്യപിച്ച് 7ാം ക്ലാസ് പോലും പാസ്സാകാത്ത ഒരു കള്ളുകുടിയനെ പോലെ നമ്മുടെ MBBSകാരനായാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആ കുട്ടികളെ മാറ്റിയെടുക്കാൻ സഹോദരങ്ങളെ ഒറ്റ വഴിയുള്ളൂ. എന്താണ്? ശരിയായ ഒരു ഇസ്ലാമിക ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരിക. എല്ലാറ്റിന്റെയും പരിഹാരം ഇസ്ലാമാണ്. അനുസരിക്കാത്ത ഭാര്യയെ അനുസരിപ്പിക്കാൻ മതമാണ്. ഭാര്യയെ തിരിഞ്ഞു നോക്കാത്ത പുരുഷന്റെ മനസ്സിൽ ഭാര്യയെ സംരക്ഷിക്കണമെന്ന ബോധമുണ്ടാക്കുന്നത് ഇസ്ലാമാണ്. നടക്കുന്ന അധാർമികതകളെയും തിന്മകളെയും നിരാകരിക്കാൻ ഏറ്റവും ഭംഗിയായി ഒരു മദ്യത്തെ മോചിപ്പിക്കാൻ സഹോദരങ്ങളെ മതപരമായ ഒരു കൗൺസിലിങ്ങിലൂടെയും സംസാരത്തിലൂടെയും മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാ രംഗത്തും സമ്പൂർണമായ ഒരു പൊളിച്ചെടുത്ത് അത് പറ്റും. അതുകൊണ്ട് സഹോദരങ്ങളെ, ആളുകൾ ഇങ്ങനെ നാട്ടിലൊക്കെ വയലും പ്രസംഗവും കേൾക്കുമ്പോൾ ഇതെന്തൊരു ശബ്ദം, ഇതെന്തൊരു കോലാഹലം, ഇതെന്തൊരു വഴക്ക്, ഇതെന്തൊരു ഗ്രൂപ്പ് വഴക്ക്, ഇങ്ങനെ നമ്മൾ ഇതിനെ ഇടിച്ച് താഴ്ത്തരുത്.
വിശുദ്ധ ഖുർആന്റെ സുന്ദരമായ ആശയങ്ങളെ ആളുകൾക്ക് പകർന്നു നൽകി സഹോദരങ്ങളെ ഒരു നല്ല അവസ്ഥ ഇഹലോകത്തും പരലോകത്തും നമ്മുടെ സഹോദരന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു മാറ്റം നമ്മൾ ആഗ്രഹിക്കണം. നമ്മുടെ മനസ്സിന്റെ എല്ലാവരുടെയും ഏറ്റവും വലിയ പ്രധാനപ്പെട്ട 2 ലക്ഷ്യത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ഇനി കേന്ദ്രീകരിക്കട്ടെ സഹോദരങ്ങളെ. അതിൽ ഒന്ന് എന്താണ്? ഒന്ന്, ഈ സത്യത്തെ എനിക്ക് ഉൾക്കൊള്ളണം, എനിക്ക് പഠിക്കണം, എനിക്ക് ഖുർആന്റെ അർത്ഥം പഠിക്കണം, എനിക്ക് ഇസ്ലാമിലെ പുസ്തകങ്ങൾ വായിക്കണം, എനിക്ക് സീഡികൾ വേണം, നല്ല സൈറ്റുകൾ, ഇസ്ലാമികമായ സൈറ്റുകൾ, നമ്മുടെ വീട്ടിൽ നമുക്ക് കേൾക്കാവുന്ന പ്രഭാഷണത്തിലെ അവസരങ്ങൾ, സീഡികൾ. സഹോദരങ്ങളെ, പഠനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. സുന്ദരമായി അറബി ഭാഷ പഠിക്കാൻ, QHL ഖുർആൻ ഹദീസ് ക്ലാസുകൾ നമുക്ക് പഠിക്കാൻ, വിജ്ഞാനവേദികൾ മാസത്തിലൊരിക്കൽ നടക്കുന്ന വൈജ്ഞാനിക പ്രഭാഷണങ്ങൾ എല്ലാം അവിടെ പഠിക്കുക എന്നുള്ളൊരു തീരുമാനം ഏറ്റവും പ്രധാനം. ആ പഠനമാണ് നമ്മുടെ സ്വർഗത്തിലേക്ക് നയിക്കുന്നത്. രണ്ടാമത്തൊരു കാര്യം പ്രധാനമായും ആ പഠനത്തോടൊപ്പം തന്നെ ഉണ്ടാവേണ്ട കാര്യം, ഇത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. സഹോദരങ്ങളെ, നല്ലൊരു ഡോക്ടറെ കണ്ട് നല്ലൊരു മരുന്ന് കഴിച്ച് എത്രയോ വർഷങ്ങൾ നാം അനുഭവിച്ച ഒരു രോഗത്തിന്റെ പ്രയാസം നമ്മൾ രക്ഷപ്പെടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഡോക്ടറെ കുറിച്ച് ഒരാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കൂലേ? ഇന്ന് നമ്മുടെ മനസ്സനുഭവിക്കുന്ന സമാധാനം എത്രയാണ്! ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളിൽ നിന്നും മോചിതമായി ഖുർആൻ നൽകുന്ന ഈ മാർഗദർശനങ്ങൾ, ഈ വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ സഹോദരൻ ഇത് പകർന്നു നൽകണം. ഇതറിയാത്ത നമ്മുടെ മാതാപിതാക്കൾക്ക് കയ്യിലും കാലിലും എല്ലാം വലിയ വലിയ ചരടുകളും നൂലുകളും കയറുകളും ബന്ധിച്ച് എന്തിനെയോ കുറിച്ചൊക്കെ ഭയപ്പെട്ട് പേടിച്ച് ജീവിക്കുന്ന ഈ സമൂഹത്തിൽ തൗഹീദിന്റെ വെളിച്ചവുമായി സമാധാനം നൽകാൻ, ആചാരങ്ങളെ കൊണ്ടും അനുഷ്ഠാനങ്ങളെ കൊണ്ടും പൂർതിമിട്ടി പലിശയിലും കടത്തിലും അകപ്പെട്ടു പോയ ആളുകൾക്ക് സുന്ദരമായ അനാചാരങ്ങളിൽ നിന്ന് മുക്തമായ ഒരു ജീവിതം കാണിച്ചുകൊണ്ട് അവർ തിരിച്ചു കൊണ്ടുവരാൻ, സഹോദരങ്ങളെ, മരണത്തിലും കബറിലും അനുഭവിക്കാൻ പോകുന്ന ഒറ്റക്കുള്ള ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്ന് അവരെ കരക്കുകയറ്റാൻ, നാളെ പരലോകത്ത് സുന്ദരമായ സ്വർഗത്തിലേക്ക് അവരെ എത്തിക്കാനുള്ള പരിശ്രമമാണ് ഈ പ്രബോധനം. ഒരു നിർബന്ധതയിലില്ല. ആർക്കും നമ്മൾ സഹോദരങ്ങളെ ഔദാര്യങ്ങളോ പണങ്ങളോ കൊടുത്താലും ബോധം, ജീവിതത്തിലൊരു നല്ല കാഴ്ചപ്പാട്, അതാണ് ഇസ്ലാം. ആ കാഴ്ചപ്പാട് കിട്ടാത്തൊരുത്തൻ ഇസ്ലാമിലേക്ക് വന്നിട്ട് ഒരു കാര്യമില്ല. ആ കാഴ്ചപ്പാട് കിട്ടുന്നൊരുത്തൻ അത് സ്വീകരിക്കുമ്പോൾ അയാൾക്ക് അതിന്റെ ആത്മനിർവൃതി ജീവിതത്തെ അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ട് ഉൾക്കൊള്ളുക, അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. അത് മഹാനായ റസൂൽ കരീം നമ്മളെ ഏൽപ്പിച്ച കാര്യമാണ്. ജീവിതത്തിന്റെ സകല മേഖലകളിലും ഇസ്ലാമികമായ കടമകളെയും ബാധ്യതകളെയും നമ്മൾ ഓരോരുത്തരും നിർവഹിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ ഒരിക്കൽ കൂടെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ചെറുവാടിയിൽ നടക്കാൻ പോകുന്ന നമ്മുടെ ഹുസൈൻ സലഫിയുടെയും മുജാഹിദ് ബാലിഷിയുടെയും നാളെ പകലുള്ള എല്ലാ ധാരാളക്കണക്കിന് പ്രഭാഷണങ്ങളും ക്ലാസ്സുകളുമുള്ള ആ പരിപാടികളിലേക്ക് ഏതാനും ദിവസങ്ങളെ ഇനി നമുക്ക് ആ പരിപാടികൾക്കുള്ളൂ. നമ്മളെല്ലാവരും ആ പരിപാടികളിൽ പങ്കെടുക്കണം. ഇനിയുള്ള ജീവിതത്തിന്റെ സമയങ്ങൾ ഇത്തരം പരിപാടികൾക്ക് വേണ്ടി സമയം കാണണം. ഈ തിരക്കുകൾക്കിടയിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പുനരവലോകനം ചെയ്യാൻ, ഒരാള് മരിക്കുന്ന ഒരു കുട്ടി, ഒരു സ്ത്രീ ഗർഭത്തിലായി കഴിഞ്ഞാൽ അവളുടെ പ്രസവം അടുത്തു വരുമ്പോൾ ആ വീട്ടിലെ ഉമ്മ പഴയ തുണികളൊക്കെ എടുത്ത് അലക്കി ഉണക്കി കഷ്ണങ്ങളാക്കുന്നുണ്ടായിരിക്കും. അതെന്തിനാണ്? ആ കുട്ടിയെ സ്വീകരിക്കാൻ കീറ തുണി കഷ്ണങ്ങൾ. എന്താ? നല്ല ഉടുപ്പ് വാങ്ങാൻ പറ്റാഞ്ഞിട്ടാണോ? നല്ല പുതിയ തുണികൾ വാങ്ങി കീറാൻ പറ്റാഞ്ഞിട്ടാണോ? അത് മതി. എവിടെ മൂത്രമൊഴിക്കുന്നു, എവിടെ കാഷ്ടിക്കുന്നു എന്നറിയാത്ത കുട്ടിയെ സ്വീകരിക്കാൻ അത് മതി. സഹോദരങ്ങളെ, ഇതുപോലൊരു കീറത്തുണി കീറും ഒരു നാൾ എന്ന് നമ്മൾ ഓരോരുത്തരും മരിക്കുമ്പോൾ ഒരു ഭാഗത്ത് കുളിപ്പിക്കുന്നു, ഒരു ഭാഗത്ത് തുണി കീറി കഷ്ണങ്ങളാക്കി വെക്കുന്നു. അതെന്തി? അയാൾക്കും ആ തുണി മതി. അയാൾ ഈ നാട്ടിലെ ഏറ്റവും വലിയ മുതലാളിയല്ലേ? അയാൾക്കൊരു നല്ല ഒരു വസ്ത്രം വാങ്ങിക്കൂടെ? വേണ്ട സഹോദരങ്ങളെ, മണ്ണിൽ വെച്ചാൽ ദ്രവിച്ചു പോകാനുള്ളതാണ്. എന്തയാൾക്ക് കൊടുത്താലും അയാൾക്ക് കൊണ്ടുപോകാൻ പറ്റൂല. കൊടുത്താൽ കൊണ്ടുപോകാൻ പറ്റണ്ടേ? അതുകൊണ്ട് ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. വിരിപ്പുകൾ വിരിച്ചാൽ അയാൾക്ക് അനുഭവിക്കാൻ പറ്റൂല. തലയിട വെച്ചാൽ അതിന്റെ ആസ്വാദനം അയാൾക്ക് കിട്ടൂല. അതുകൊണ്ടാണ് ഒന്നും വെക്കാത്തത്. അതുകൊണ്ട് ഒരിക്കൽ കീറത്തുണി കീറി അത് കഴിഞ്ഞല്ലോ സഹോദരങ്ങളെ. ഇനിയൊരു സമയം എനിക്കും നിങ്ങൾക്കും കീറത്തുണി കീറും. ഇന്ന് കാണുന്ന ഈ ജീവിതാവസ്ഥകൾക്ക് മാറ്റം വരും. ആ സമയമാകുമ്പോഴേക്കും ആത്മവിചിന്തനത്തിലൂടെ ഒരാലോചനയോടെ നമ്മുടെ ശരിയായ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനും അള്ളാഹുവിനെ തൃപ്തി കരസ്ഥമാക്കി മരണപ്പെട്ടു പോകുന്ന സൗഭാഗ്യവാന്മാർ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു ഞങ്ങൾ വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ നാഥ. ഞങ്ങൾ രോഗങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആളുകൾക്ക് രോഗശമനത്തെ നീ പ്രദാനം ചെയ്യണമേ. اللهم اغفر للمؤمنين والمؤمنات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل على